ഹായ്, എല്ലാവർക്കും നമസ്കാരം. കുറേ ദിവസമായി ലൈവിൽ വന്നിട്ടില്ലേ? ഹാഷിർ, നന്ദകിഷോർ, ഹലോ, ഹായ്, എല്ലാവർക്കും വെൽക്കം, നമസ്കാരം, നമസ്തേ. ജാക്സൺ, നജീം, ഹായ്, ഹലോ, എന്താണ് വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമാണോ? വെള്ളം കുടിച്ചിട്ട് നനങ്ങി. അബ്ദുൾ, വിയർത്തതല്ലടേ, വെള്ളം കുടിച്ചതാടേ. ഇതുകൊണ്ടില്ലേ, വെള്ളം കുടിച്ചപ്പോൾ അത് ദേഹത്തേക്ക് വീണു. സുഖമാണോ ചേച്ചി? മഴ പെയ്തു കേട്ടോ. ഇവിടെ മഴ പെയ്തപ്പോൾ ഭയങ്കര ചൂടടേ, ഒരു രക്ഷയില്ലാത്ത ചൂട്. നിങ്ങൾക്ക് മഴ കിട്ടിയോ? ഞങ്ങൾ ഇറങ്ങി അങ്ങോട്ട് നനഞ്ഞു, പക്ഷെ എന്നാലും നല്ലപോലെ പെയ്തില്ല. ഡിന്നർ കഴിച്ചു. ഹലോ ചേച്ചി, ഒരു ഹായ് പറയാമോ? സുബി, ഹായ് സുബി. രാജ, ഹലോ. എന്താണൊക്കെ എല്ലാവർക്കും വിശേഷം? സുഖമായിട്ടിരിക്കുന്നുണ്ടോ എല്ലാവരും? പറയൂ, നിങ്ങളുടെ അടുത്തൊക്കെ മഴ പെയ്തോ? പറയൂ ഗൈസ്, മഴ പെയ്തോ? വെള്ളം കുറച്ചുകൂടെ കുടിച്ചോ, ചൂടല്ലേ? ഞാൻ വെള്ളം കുടിച്ചോണ്ടിരിക്കുക. പിന്നെ ഹായ് ചേച്ചി. ഫാസിൽ, ഹലോ. മഴ പെയ്തു നന്ന, പക്ഷെ ചൂടല്ലേ, മഴ അത്ര നല്ലപോലെ പെയ്തില്ലല്ലോ. ഞാൻ പുതിയ ആളാണ്, മനു. ഹായ് മനു, നമ്മുടെ ലൈവിലേക്ക് പുതിയൊരാൾ വന്നിട്ടുണ്ട്, മനു. എല്ലാവരും ഒന്ന് വെൽക്കം ചെയ്യൂ നമ്മുടെ മനുവിനെ. ഹായ് മനു, വെൽക്കം. സൗദിയിൽ നിന്നൊരു ഹായ്. ബഷീർ, ഹായ് ബഷീർ. ഈസ്റ്ററൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ജിമ്മിച്ചോ? ഈസ്റ്ററൊക്കെ വലിയ കുഴപ്പമില്ലാതെ പോയി. അട്ടപ്പാടിയിലായിരുന്നു നമ്മുടെ ഈസ്റ്ററൊക്കെ. എല്ലാ ആഘോഷങ്ങളെല്ലാം ഞാൻ എൻ്റെ ഫാമിലിയുടെ കൂടെയാണ് ആഘോഷിക്കാറ്. ഈ പ്രാവശ്യം ഈസ്റ്റർ മാത്രം അട്ടപ്പാടിയിൽ നമ്മൾ പോയി ആഘോഷിച്ചു. അടിപൊളിയായിരുന്നു. നിഷാദ്, സുഖമാണ്. നൗഷാദ്, അജീഷ്, ഹലോ ചേച്ചി, ഹായ്, വെൽക്കം മനു. ഇതാ നമ്മുടെ നവീൻകുട്ടൻ വെൽക്കം ചെയ്തിട്ടുണ്ട് നമ്മുടെ മനുവിനെ. ഹലോ, ഇതാണ് കണ്ടത്, അതാണ് നമ്മുടെ യൂട്യൂബ് ഫാമിലി. അടിപൊളിയാണ്, എല്ലാവരെയും വെൽക്കം ഒക്കെ ചെയ്ത് നമ്മുടെ ഒരു ഫാമിലി ആയിട്ട് പോകുന്നു. ആൻസി, ഹായ് ആൻസി. ഇവിടെ മഴയൊന്നുമില്ല ചേച്ചി, നല്ല ചൂടാണ്. ഇവിടെ മഴ എന്ന് പറയാനായിട്ട് പെയ്തെന്ന് മാത്രമേ ഉള്ളൂ, വലിയ കാര്യത്തിൽ പെയ്തൊന്നുമില്ല. പക്ഷെ അത് പെയ്തപ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ചൂട്. നന്ദകിഷോർ, എനിക്ക് ഗിഫ്റ്റ് തന്നിട്ടുണ്ട് 100 രൂപ. അടിപൊളി, താങ്ക് യു സോ മച്ച്, ലവ് യു. ആകെ വിയർത്ത് കുളിച്ചല്ലോ. വെള്ളം കുടിച്ചതാടേ, വിയർത്തു. പിന്നെ ചൂടുമുണ്ട്, പിന്നെ വെള്ളവും കൂടി കുടിച്ചപ്പോഴത്തേനും അങ്ങോട്ട് എന്താ പറയുക, വിയർത്തതുപോലൊക്കെ ആയി. മുടിയൊക്കെ ആകെപ്പാടെ ചുരുണ്ടൊരു കോലമായി. മുടിയൊക്കെ ഒന്ന് പോയി ചെയ്യണം. എന്താ മുടി, ഫേസൊക്കെ അങ്ങോട്ട് മാറി. എൻ്റെ മുടി ചുരുണ്ടുണ്ടെങ്കിൽ പക്കാ നാട്ടുമ്പുറമാകും ഞാൻ. ഫേസ് ഭയങ്കരമായിട്ട് വ്യത്യാസം വരുവിടെ എൻ്റെ. മാലയുടെ ലോക്കറ്റ് തരുമോ? മാലയുടെ ലോക്കറ്റ് ഞാൻ കൊടുക്കുവാണെങ്കിലും എനിക്ക് ഗിഫ്റ്റ് തന്നവർക്ക് ഞാൻ കൊടുക്കും. നന്ദകിഷോറാണ് എനിക്ക് ഗിഫ്റ്റ് തന്നിരിക്കുന്നത്. അപ്പോൾ കിഷോറായിട്ട് തന്നെ ഞാൻ കൊടുക്കാൻ പോകും എൻ്റെ മാലയുടെ ലോക്കറ്റ്. പിന്നെ നൗഷാദ്, നല്ല സുന്ദരി, താങ്ക് യു. കുര്യാക്കോസ്, ഹലോ. മണികണ്ഠൻ, അനു, ഹായ് മണികണ്ഠ. എന്താണ് വിശേഷമൊക്കെ മണികണ്ഠൻസ്? ഭയങ്കര ചൂടല്ലേ? അതിൻ്റെ കൂടെ ഞാനിത് കുത്തിക്കേറ്റിട്ടേ ഭയങ്കര ചൂട്, വയ്ക്കാൻ പറ്റില്ല. പിന്നെ നിമിഷ ചേച്ചി, നീനു തോമസ്, ഹായ് നീനു മോൾ. പ്ലീസ് മെമ്പർഷിപ്പ് ലൈവിൽ ഞാൻ അടുത്ത ദിവസം തന്നെ ഉടനെ വരുന്നതായിരിക്കും. ഉടനെ വരും. അപ്പം എന്താ പറയുക, അബ്ദുൾ, ഹായ് അബ്ദുൾ. നെയിം പറഞ്ഞൊരു ഹായ് തരുമോ? ഹായ്. ഷിഫ്ല, ഹായ്. മഴ പെയ്തില്ലേ? മഴ പെയ്തു. ഞാൻ എയർപോർട്ടിലെ ജോലി നിർത്തി ഇറങ്ങി. ആണോ? അതെന്ത് പറ്റിയേ ജോലി നിർത്തിയത് എയർപോർട്ടിലെ? ഊരിക്കളെ, ചൂടല്ലേ? കൊച്ചിക്കളെ പാടുന്ന, ഞാൻ ഊരില്ല. സുഖമാണ്. ടീന, ഹായ് ടീന. ഷോ ആണോ? അതെ, ഷോയാണ്. ശങ്കർ, ഹായ്. ടീന ഷോ എന്നിട്ടേക്കുന്നുണ്ട്. സുഖമാണോ? സുഖമാണ്. ഹായ് ചേച്ചി. ABCDEFG. ഹായ് നിമിഷ, ഹായ് പറയാമോ? മുത്തശ്ശിയുടെ കുഞ്ഞൻ, ഹായ്. മുത്തശ്ശിയുടെ കുഞ്ഞിനൊരു ഹായ്. നല്ല പേര്. ചേച്ചിയുടെ ഹെയർ സ്മൂത്ത് ചെയ്യാറായല്ലോ? അതെ, ഞാൻ സാധാരണ ഹെഡ് ആൻഡ് ഫേസിലാണ് സ്മൂത്ത് ചെയ്യാറ്. അപ്പം അവിടേക്ക് പോയിട്ടില്ല. അവിടെ ഇപ്പോൾ ഭയങ്കര തിരക്കാന്നൊക്കെ പറയുന്നത് കേട്ടു. അത് കാരണം കൊണ്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്, തിരക്കൊക്കെ മാറാനായിട്ട് പോയി ചെയ്യണം.
നിങ്ങൾ എനിക്ക് വല്ല കൊളാബൊക്കെ തരുവാണെങ്കിൽ തന്നോളൂ കേട്ടോ. ഞാൻ അവിടെ വന്ന് എൻ്റെ മുടി സ്മൂത്ത് ചെയ്യാം. അപ്പോൾ നമുക്ക് അടിപൊളി കിടക്കാച്ചി വീഡിയോയും കൂടി എടുക്കാം. ഓക്കെ, ആരെങ്കിലുമൊക്കെ സ്മൂത്ത് ചെയ്യാൻ, എൻ്റെ മുടി സ്മൂത്ത് ചെയ്ത് തരാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ പറഞ്ഞോളൂ ഗൈസ്. കാഞ്ഞിരപ്പള്ളി ഡൊമിനിക് അച്ചായൻ, കാഞ്ഞിരപ്പള്ളി അച്ചായനാണോ? ആഹാ, അടിപൊളി. ഹായ് നിമിഷക്കുട്ടി, ഹായ്, ഹലോ. നൗഫൽ കേറ്റിയെ അറിയാമോ? നൗഫൽ കേറ്റി പേര് നല്ല കേട്ട് വരികയുണ്ടല്ലോ. ആൻറ്റിയുടെ പേരെന്ത്? ആൻറ്റിയുടെ പേര് ശശികല. പിന്നെ ഷോ എന്ന് പറയുന്നവർക്ക് ഷോ, അതെ. സംസാരം എന്ന് പറയുന്നവർക്ക് സംസാരം. അതാണ് കണ്ടോ, നമ്മുടെ ചങ്കളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു ഗൈസ്. ഞാനൊരു സമ്മാനം തരട്ടെ? തന്നോളൂ. ഈ ഡ്രസ്സിൽ ചേച്ചി സൂപ്പറായിട്ടുണ്ട്. താങ്ക് യു നവീൻ, യു ആർ ബ്യൂട്ടിഫുൾ. താങ്ക് യു. മുഹമ്മദ്, എൻ്റെ പേര് പറയാമോ? ഷിഫ. ഹായ് ഷിഫ, ഹായ്. സീരിയൽ ആക്ട്രസ് ആണോ? അതെ, സീരിയൽ ആൻഡ് സിനിമ യൂട്യൂബർ. അരവിന്ദേ ഹായ്. സമ്മാനം വേണോ? സമ്മാനം തന്നോളൂ. ഫേസ് ഷേപ്പ് മാറി തുടങ്ങി, ഹെയർ സെറ്റ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചുരുണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്ദകിഷോർ വീണ്ടും 40 രൂപ ഗിഫ്റ്റ്. എനിക്ക് വയ്യ, എൻ്റെ പൊന്നു, ഞാൻ പൊളിക്കും. അപ്പോൾ ലോക്കറ്റിലുള്ള പൈസ ആയല്ലേ അളിയ? ഓ, എനിക്ക് വയ്യ. താങ്ക് യു സോ മച്ച്. എനിക്ക് വയ്യ. എൻ്റെ പേരൊന്ന് പറയാമോ? അതിഥി. ഹായ് അതിഥി. കിഷോറേട്ടാ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. പിന്നെന്താണ്, ഹെയർ ശരിയാക്കാം. അനിൽ പൂക്കാട്ടിരി, പ്ലീസ്. മെമ്പർഷിപ്പ് ലൈവൊക്കെ ഞാൻ വരുന്നതായിരിക്കും, ഉടനെ വരും. ജോസ്മി ബിനോയ്, ഹായ്. ജസീറ, ഹായ് ജസീറ. അൻഷിൽ, ഹായ്. ഫിനാസ, സുഖമാണോ ചേച്ചി? ജംഷീറ, സുഖമാണല്ലോ മുത്തുമണി. എൻ്റെ പേര് പറയ്. ജൈന, ഹായ് ജൈന. ഹലോ. ചേച്ചിക്ക് എത്ര വയസ്സുണ്ട്? എനിക്ക് എത്ര വയസ്സാണ് നിങ്ങൾക്ക് തോന്നുന്നത്? പറയൂ. ഈ ഇടയിൽ ഒന്ന് നിർത്തിക്കൂടെ? അയ്യോ, അത് ഇഷ്ടമല്ല നിങ്ങൾക്ക്? എന്നാൽ പിന്നെ സോറി. ഓക്കെ, ഈ ചേട്ടാന്ന് വിളിക്കാം. മെമ്പർഷിപ്പ് ലൈവ് എന്താണെന്നോ? മെമ്പർഷിപ്പ് ലൈവ് എന്ന് പറഞ്ഞാൽ എന്നെ മാത്രം സ്നേഹിക്കുന്ന കുറച്ച് പേര് എൻ്റെ മെമ്പർഷിപ്പിലുണ്ട് യൂട്യൂബിൽ. അവർക്ക് വേണ്ടി നമ്മൾ സ്പെഷ്യലായിട്ട് നമ്മൾ അവരോടൊക്കെ സംസാരിച്ച്, ഡീറ്റെയിൽ ഒക്കെ സംസാരിച്ച്, പിന്നെ നല്ല വീഡിയോസൊക്കെ അതിനകത്തിടും. ഏജ് 45. അപ്പോൾ എൻ്റെ വയസ്സ് 45. ഓക്കെ, ഇപ്പോൾ പ്രായം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ ഏജ് 45 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റിസു ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം എൻ്റെ വയസ്സ് 45. ഓക്കെ. ചേച്ചിക്ക് സുഖമാണോ? എനിക്ക് സുഖമാണ്. ചേച്ചി നല്ലൊരു ആക്ട്രസ് ആണ്. താങ്ക് യു. നാട് എവിടെയാണ് ചേച്ചി? ചാലക്കുടിയിലാണ്. ഏജ് ഈസ് 32. 32 എങ്കിൽ 32. ഹായ് ചേച്ചി, ഫുഡ് കഴിച്ചോ? അമ്മക്കുട്ടി, ഹായ് അമ്മക്കുട്ടി. ഹായ് ചേച്ചി. ലതിക, ഹായ്. ചേച്ചിക്ക് ചേച്ചിക്ക് കൂടുതൽ പേടിയുള്ളത് ആരെയാണ്? എനിക്കോ? എനിക്ക് കൂടുതൽ അങ്ങനെ ആരെയും പേടിയില്ല. എനിക്ക് എന്നെ തന്നെയാണ് പേടി. എനിക്കങ്ങനെ ആരെയും പേടിയൊന്നുമില്ലടേ. സുഖമാണോ? വീഡിയോസ് എല്ലാം കാണാറുണ്ട് ഇപ്പോഴും. ഓ, താങ്ക് യു സോ മച്ച്. നാട് ചാലക്കുടി, ഇപ്പോൾ താമസിക്കുന്നത് കൊച്ചി എടപ്പള്ളിയിൽ. ഫിൻസ എന്ന് പറയുമോ? ഹായ് ഫിൻസ. ഹലോ, ഹായ് തരുമോ? കണ്ണൻ ഉണ്ണി, ഹായ് കണ്ണ. പ്രിയേന്ദു, ഹായ് പ്രിയേന്ദു. എന്ത് ചിരിയാണ്, സൂപ്പർ. ശ്രീജ ചേച്ചി, താങ്ക് യു സോ മച്ച്. ഏമ്പക്കം വരുന്നുണ്ടല്ലോ, എന്താ കഴിച്ചത് എന്താണെന്ന് കാണിച്ചു തരട്ടെ? ഇവിടെ കമോണ്ടർ മകശേ, ഇവനെയാണ് ഞാൻ കഴിച്ചത്. കഴിച്ച് വയറൊക്കെ നിറഞ്ഞു. ഇതിൻ്റെ പകുതി ഞാനാണ് കഴിച്ചത്, ബാക്കി പകുതി എടുത്തു. ഇതൊക്കെയാണ് എൻ്റെ ഫുഡ് ഇപ്പം. അപ്പോൾ പിന്നെ കഴിച്ചത് എന്താണെന്നറിയോ? പിന്നെ കഴിച്ചത് ലിവനെ. എങ്ങനെയുണ്ട്? നമുക്ക് കഴിച്ചാലോ? ഡിന്നർ ഓവർ. അതെ, ഡിന്നർ ഓവർ. മുത്തുകുമാരൻ. ഇതിങ്ങനെ പൊളിച്ച് കഴിക്കണം. നല്ല മധുരമായിരിക്കും. ഈ സമയത്തൊക്കെ ഇത് കഴിക്കാൻ പറ്റിയ ഐറ്റംസാണ്, പ്രത്യേകിച്ച് ചൂടുള്ള സമയത്തൊക്കെ.
പിന്നെ ഹലോ ചേച്ചി, ഹായ് ഹലോ. ഇന്നത്തെ IPL ആര് ജയിക്കുമെന്നൊന്ന് ഞാൻ ഒരു ക്യാപ്ഷൻ ഇട്ടിട്ടുണ്ട്. വേഗം വോട്ട് തന്നു, വേഗം വോട്ട് ചെയ്തോളൂ ഗൈസ്. ഗൈസ് വേഗം വോട്ട് ചെയ്തോളൂ. എൻ്റെ ഡ്രസ്സ് ആരൊന്നും പറഞ്ഞില്ലല്ലോ. എങ്ങനെയുണ്ട് എൻ്റെ ഡ്രസ്സ്? ഓറഞ്ചൊക്കെ നമുക്ക് പിന്നെ കഴിക്കാം. ആദ്യം നിങ്ങൾ പറ, എൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട്? കൊള്ളാമോ? ഷോ കൊള്ളാമോ പറയൂ ഗൈസ്. എങ്ങനെയുണ്ട്? ഭംഗിയുണ്ട് ഇട്ടിട്ട്. എന്ത് ഫ്രൂട്ടാണ് ഇഷ്ടം? എനിക്കോ? എനിക്ക് ഫ്രൂട്ട് എന്താ ഇഷ്ടം? ഞാൻ അങ്ങനെ അങ്ങനെ എന്തിപ്പോൾ പറയാ, എല്ലാ ഫ്രൂട്ടും ഞാൻ കഴിക്കാറുണ്ട്. എല്ലാ ഫ്രൂട്ടും എനിക്കിഷ്ടമാണ്. പിന്നെ ഏത്തപ്പഴം എനിക്കിഷ്ടമാണ്. ഏത്തപ്പഴം പുഴുങ്ങി കഴിക്കാൻ കേട്ടോ. ഡ്രസ്സ് കൊള്ളാം, താങ്ക് യു. അതിൻ്റെ അടിയിൽ എന്താ ഇട്ടേക്കുന്നത് നിങ്ങൾക്ക് കാണണോ? കാണണോ? കാണണമെന്ന് പറഞ്ഞാലേ കാണിക്കൂ. സലീം, ഹായ് സലീമിക്ക. എന്നെ ഓർമ്മയുണ്ടോ? ഓർമ്മ ഉണ്ടാവും. എന്ത് ഫ്രൂട്ടാണ് ഇഷ്ടം? എന്ത് ഫ്രൂട്ടാണ് ഇഷ്ടം എന്ന് ചോദിച്ചാൽ ഇപ്പം എന്താ പറയുക? എനിക്ക് അങ്ങനെയൊന്നുമില്ല, എല്ലാ ഫ്രൂട്ടും കഴിക്കും ഞാൻ. പേരയ്ക്ക് ഇഷ്ടമാണ്, പപ്പായ ഇഷ്ടമാണ്, പിന്നെ തണ്ണിമത്തൻ ഇഷ്ടമാണ്, പിന്നെ മുന്തിരി ഇഷ്ടമാണ്, എല്ലാം ഇഷ്ടമാണ്. അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഏറ്റവും ഇഷ്ടമായിട്ട് സപ്പോർട്ടൊക്കെ ഇഷ്ടമാണ്. പിന്നെ എന്താ വേറെ ഫുഡ് ഇഷ്ടം? എല്ലാം ഇഷ്ടമാണ്. ഞാൻ മുണ്ടക്കയമാണ്, ഒത്തിരി ഇഷ്ടമാണ് ചേച്ചീനെ. ഓ മൈ ഗോഡ്, ഞാൻ മുണ്ടക്കയംകാരി ആയിരുന്നു. പക്ഷെ ഇപ്പം കുറേ വർഷങ്ങളായിട്ട് മുണ്ടക്കയൊക്കെ വിട്ടു. ഡ്രസ്സ് കൊള്ളാം, ആളിന് ചേരും, സൂപ്പർ. മനു മീനു, താങ്ക് യു. കാണണം കാണണം. അടിയിലേക്ക് കാണണം എന്ന് പറയുന്നുണ്ട്. കാണിക്കാം. പിന്നെ ചേച്ചി കിച്ചൻ ബ്ലോഗ്സ്, ഹായ്. ദുവ എന്ന് പറയാമോ? ദുവ, ഹായ് ദുവ. ജസീറ പ്ലീസ്. എന്താണ് ജസീറ ആണ്. ഒരു വയസ്സ് കഴിഞ്ഞു. ഒരു ഹായ് പറയാം. ഇപ്പോഴും പോസിറ്റീവായി ഇരിക്കണം. മുത്തശ്ശീല കുഞ്ഞ്. എൻ്റെ മോൻ്റെ പേര് നദൻ എന്നാണോ നാദൻ എന്നാണോ? നദീന്നോ? കാഞ്ഞിരപ്പള്ളി അച്ചായോ, എന്നാ ഉണ്ട് അച്ചായോ വിശേഷമൊക്കെ? ആർ യു മാരീഡ്? യെസ്. അപ്പോൾ പിന്നെ ഡ്രസ്സെല്ലാം സൂപ്പറാണേ, താങ്ക് യു. കൊതിപ്പിക്കല്ലേ? ഞാൻ കൊതിപ്പിക്കോടെ, ഞാൻ പാവല്ലേ. കിഷോറേട്ടൻ എവിടെ പോയി? എനിക്ക് ഗിഫ്റ്റൊക്കെ തന്നിട്ട് കിഷോറേട്ടൻ പോയോ? മുങ്ങിയോടെ? എവിടെയാടേ? ഓയ്യോ, എന്നോട് ഡേവിൽ നിർത്താൻ പറഞ്ഞായിരുന്നു. സോറി കേട്ടോ, പെട്ടെന്ന് അങ്ങനെ ശീലിച്ചു പോയത് കൊണ്ട് ഞാൻ അങ്ങനെ വന്നതാണ് എൻ്റെ വായിൽ. സോറി. നല്ല മധുരം. ഇതിലൊക്കെ ഈ കുരു ആരാണോ കണ്ടുപിടിച്ചത്? ഓറഞ്ച് ആർക്കൊക്കെ ഇഷ്ടമാണ്? വേണോ? ഓറഞ്ച് വേണോ? ദാ നിങ്ങൾക്ക് കേട്ടോ. ചേച്ചി സൂപ്പർ ആയിട്ടുണ്ട് ഡ്രസ്, താങ്ക് യു. വീഡിയോസ് ഞാൻ കാണാറുണ്ട്, താങ്ക് യു കിച്ചൻ. ഞങ്ങൾക്കൊരു പീസ് താടേ, എന്നാടേ കഴിക്കടേ, തട്ടടേ, ഒന്നും നോക്കണ്ട, പുളിക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഇത് ഞാൻ കഴിക്കാട്ടോ. മൂക്കുത്തി മാറ്റിയോ? മൂക്കുത്തി മാറ്റില്ല. ഇതാ ഇങ്ങനത്തെ മൂക്കുത്തി നിങ്ങൾ ആർക്കെങ്കിലും കണ്ടിട്ടുണ്ടോ? എൻ്റെ ഈ മൂക്കുത്തി പോലെ നിങ്ങൾ ആർക്കെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതാ ഇത് പേളാണ്, ഉള്ളിൽ വൈറ്റ് കളറുള്ള പേള്, അതിന് ചുറ്റും ഗോൾഡ്. തരുമോ? തരാം. ഇതാ ലൈവ് കാണുന്നവരൊക്കെ കുറഞ്ഞു വരുവാണല്ലോ ചേച്ചി. എന്ത് ചെയ്യാനാന്നേ, IPL നടക്കല്ലേ, എല്ലാവരും IPL കാണാൻ വേണ്ടി പോയില്ലേ. എങ്ങനെയാണ് സീരിയൽ കയറിയത്? സീരിയൽ കയറിയത് കാലുകൊണ്ടാണ്. പിന്നെ IPL ഇഷ്ടമാണോ? പിന്നെന്താ, ഇഷ്ടമാണല്ലോ. മാലയാക്കാൻ പറ്റിയെങ്കിൽ ഭാഗ്യമൊന്നും. ഓക്കെ. മൊബൈൽ കാഞ്ഞിരപ്പള്ളി. അതെന്ത് കാഞ്ഞിരപ്പള്ളിയാ? കഴിഞ്ഞ ദിവസം ചക്ക കഴിക്കുന്നതുകൊണ്ട് ഞാൻ ഇപ്പോൾ പ്രഗ്നൻ്റ് ആണ്, അപ്പോൾ കൊതി തോന്നി. അയ്യോടാ,
എവിടെയാണ് സ്ഥലം? അടുത്ത് വല്ലതും ആയിരുന്നെങ്കിൽ ഞാനൊരു ചക്കയുടെ പീസൊക്കെ ആയിട്ട് വന്നേനെയായിരുന്നു. പക്ഷെ അത് വേറൊരു കാര്യമുണ്ട്, അട്ടപ്പാടിയിലായിരുന്നത് ചക്ക കഴിച്ചത്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, ഞാൻ എവിടെയാണെങ്കിലും എൻ്റെ അടുത്തൊക്കെ ആണെന്നെങ്കിൽ ഞാൻ കൊണ്ട് തന്നേനെ മുത്തുമണിയെ. എന്ത് ചെയ്യാൻ പറ്റും? കാശിനാഥ് ഹലോ. ഇവിടെ ഇത്രയും നല്ല ഷോ നടക്കുമ്പോൾ ആരുടെ IPL കാണാൻ പോകുന്നത്? അങ്ങോട്ട് പറഞ്ഞു കൂടെ അങ്ങോട്ട്. അതാണ് ചേച്ചിയുടെ ഒരു കുഞ്ഞിൻ്റെ മനസ്സാണ്, അതുകൊണ്ടാണ് എനിക്ക് ചേച്ചീനെ ഇഷ്ടം. നവീൻ, താങ്ക് യു നവീൻ, താങ്ക് യു സോ മച്ച്. ഫേവറേറ്റ് ടീം ഏതാ എന്ന് വെച്ചാൽ? സലീമിക്ക പറയൂക്ക, എന്താണ് ഇക്ക വിശേഷമൊക്കെ? മൈ ടീം കൊൽക്കത്ത. യുവർ എന്നിട്ട് ഷോ ഒന്നും കണ്ടില്ലേന്നോ? ചേച്ചി നല്ല ഭംഗിയുണ്ട്. ആദിത്യദാസ്, ഹായ് ആദിത്യ. ഞാൻ ഉള്ളിലിട്ടേക്കണത്, അടിയിലിട്ടേക്കണത് പാവാടയാണ് ഗൈസ്, പാവാട പാവാട. എന്തൊക്കെയാണ് വിശേഷം? നല്ല വിശേഷം, സുഖമാണ്. ഇട്ടിട്ടില്ല. ജോസി ചോദിച്ചത് ഇട്ടിട്ടില്ലേന്ന് ചോദിച്ചു, ഞാൻ പറഞ്ഞു ഇട്ടിട്ടില്ല. പിന്നെ ലവ് യു, ലവ് യു കണ്ണ. പിന്നെന്താണ്? ലവ്ലി ഡൊമിനിക്ക്, ഐ ലവ് യു. ഓ, ഐ ലവ് യു ടു യു. ഫുഡ് കഴിച്ചു, ഫുഡ് കഴിച്ചു. സമ്മറൊക്കെ അല്ലേ, അതുകൊണ്ട് ഇടണ്ടെന്ന്. ആണേ, എന്താ ചെയ്യാ? എന്താണ് കഴിച്ചത്? കഴിച്ചത് ഞാൻ കാണിച്ചെന്നില്ല, തണ്ണിമത്തൻ. ചേച്ചി പൊളിയാണ്, നല്ല അവതരണം, നല്ല സുന്ദരി, ക്യൂട്ട്. താങ്ക് യു മനു മീനു. ഡ്രസ്സ് ഒന്ന് കാണിക്കാമോ? കാണിക്കാം. രാം ബാബു, ഹായ് രാം ബാബു. ശ്രീജ ജോയ്, ഐ ലവ് യു ടു യു. ആർക്ക് എന്തു ടീമിനെ ഇഷ്ടമായാലും ഞാൻ ചേച്ചിയുടെ ഫാനാണ്. അതാണ് നവീൻകുട്ടൻ, പൊളിച്ചു. അല്ല പെണ്ണ, ഒരു പാട്ട് പാടാമോ? ടോം ടോം പാട്ട് പാടാം. ഉറങ്ങുന്നില്ലേ? ഉറങ്ങുന്നുണ്ട്. ചൂടെടുക്കുന്നില്ലേ? നല്ല ചൂടുണ്ട്. ചേച്ചിയുടെ ക്രഷ് ആരാന്നോ? എൻ്റെ ക്രഷോ? പറയട്ടെ, ഞാൻ പറയട്ടെ എൻ്റെ ക്രഷ് ആരാന്ന്? ഞാൻ പറയും, എൻ്റെ ക്രഷ് ഞാൻ ഒരുപാട് നാളായിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളുമാണ്, പിന്നെ എൻ്റെ ക്രഷുമാണ്. ആരാന്ന് പറയട്ടെ? ഞാൻ ക്ലൂ തരാം, നിങ്ങൾ കണ്ടുപിടിക്കുക. പറയട്ടെ, ഉണ്ണി മുകുന്ദൻ. എനിക്ക് ക്രഷ് തോന്നിയ ഒരാൾ ഉണ്ണി മുകുന്ദനോടാണ് കേട്ടോ. വേറെ ആരോടും എനിക്ക് ക്രഷ് തോന്നിയിട്ടില്ല. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞതാണ് കേട്ടോ, നിങ്ങൾ എന്നെ തെറി വിളിക്കാൻ വരണ്ട. നമുക്ക് എല്ലാവർക്കും ആരോടെങ്കിലുമൊക്കെ ക്രഷ് തോന്നൂലേ? അങ്ങനെ എനിക്ക് ക്രഷ് തോന്നിയ ആളാണ് ഉണ്ണി മുകുന്ദൻ. ഇപ്പം കണ്ടാൽ ഞാൻ പോയി ഒന്ന് ഹഗ് ചെയ്യും. വീട്ടിലൊരു AC മേടിച്ച് വെച്ചുകൂടെയെന്ന്. AC ഉണ്ടടേ, അത് ബെഡ്റൂമിലാണ്. ഹാളിലൊക്കെ AC വെച്ചിട്ട് ഞാൻ കറണ്ട് കാശ് കൊടുത്ത് മുടിയും. ബിഗ് ബോസിൽ ആരെയാണ് ഇഷ്ടം? ബിഗ് ബോസിൽ ആരെയാണ് ഇഷ്ടം എന്ന് ചോദിച്ചാൽ, സത്യം പറഞ്ഞാൽ ഞാൻ ബിഗ് ബോസ് കാണാറില്ല. പിന്നെ ഫേസ്ബുക്കിൽ ഇങ്ങനെ കട്ടിങ് വീഡിയോ ഒക്കെ വരുമല്ലോ, അതാണ് ഞാൻ കാണുന്നത്. പക്ഷെ അതിലെനിക്ക് അങ്ങനെ എന്താ പറയുക, അങ്ങനെയൊന്നും എനിക്ക് പറയാൻ പറ്റൂല. കാരണം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, അഖിൽമാരെയൊക്കെ നമുക്ക് പേരെടുത്ത് പറയാൻ പറ്റും. ഈ പ്രാവശ്യം ഒരാളെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് നഗ്നമായ സത്യം. പക്ഷെ ബിഗ് ബോസിൽ ഞാൻ പോയിരുന്നെങ്കിൽ ഞാൻ എന്നെ ഇഷ്ടപ്പെട്ടേനെ. എൻ്റെ വീട്ടിൽ എല്ലാവരും ഉണ്ട്, വലിയൊരു കുടുംബമാണ് എൻ്റെ. തോമ ഇച്ചായൻ ചേച്ചിയോട് ഒരു ഹായ് പറഞ്ഞിട്ടുണ്ട്. ഹായ് തോമാച്ചായ. തോമാച്ചായൻ എൻ്റെ വക ഒരു ഹായ്. ബേസിൽ ബിനു, എന്താ എന്നെ ഇന്ന് അങ്ങനെ മഴ പെയ്തു? മഴ പെയ്തു, പക്ഷെ വലിയ മഴ പെയ്തില്ല, ചെറുതായിട്ടല്ലേ പെയ്തുള്ളൂ. ഫേവറേറ്റ് മൂവി ഏതാണ്? ഫേവറേറ്റ് മൂവി മാളികപ്പുറം. പിന്നെ പ്രേമലു, മഞ്ഞുമൽ ബോയ്സ്, ഇതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട മൂവിയാണ്. പ്രേമലു ഞാൻ 2 പ്രാവശ്യം കണ്ടു, മഞ്ഞുമൽ ബോയ്സ് ഞാൻ 2 പ്രാവശ്യം കണ്ടു.
ചേച്ചി അതിൽ പോയാൽ ചേച്ചിനെ കണ്ട് അഭിമാനിക്കുക വരുന്നു. ആ അതെ അതെ അതെ. ഹീറോയിൻ ആകാൻ ഇഷ്ടമാണോ? ഞാൻ ആയി, അതുകൊണ്ട് എനിക്ക് ഇനി ഇഷ്ടമല്ല. ഹീറോയിൻ ആയി. അതായത് ആദിലയുടെ മകൾ അഞ്ജലി എന്ന് പറയുന്ന സന്തോഷ് പണ്ഡിറ്റ് സാറിൻ്റെ മൂവിയിൽ ഞാൻ ഹീറോയിനിയായിരുന്നു. പിന്നെ അവൻ ഓഫ് തണ്ണിമത്തം കഴിച്ചിട്ട് ഇപ്പോഴാണ് ഗ്യാസ് പോയത്. അവഞ്ചേഴ്സ് എന്ന് പറയുന്ന ഒരു പോലീസ് ക്യാരക്ടർ ചെയ്ത മൂവി, അതിൽ ഞാൻ ഹീറോയിനിയായിരുന്നു. ആ മൂവി നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ നിങ്ങൾ അവഞ്ചേഴ്സ് അടിച്ചു നോക്കുക, മലയാളത്തിൽ അടിച്ചു നോക്കുക. ഞാൻ ചെയ്ത എൻ്റെ ഫസ്റ്റ് വർക്കാണ്, നായികയായിട്ട് ചെയ്ത വർക്കാണ്. അതുണ്ട്, അത് നിങ്ങൾ പോയി കണ്ടിട്ട് അതിനകത്ത് അഭിപ്രായങ്ങൾ പറയാം കേട്ടോ. ആടുജീവിതം ഞാൻ കണ്ടില്ല, എനിക്ക് കാണണമെന്നുണ്ട്. മണിച്ചേട്ടൻ്റെ നല്ലൊരു പാട്ട് പാടി ചേച്ചി. നവീൻ, അപ്പം നവീൻ കുട്ടിന് വേണ്ടി മണിച്ചേട്ടൻ്റെ നല്ലൊരു പാട്ട് ഞാൻ പാടാം. കുറച്ച് നേരം സംസാരിച്ചിട്ട് നമുക്ക് പാട്ട് പാടാം, കാരണം ഞാൻ പാട്ട് പാടിക്കഴിഞ്ഞാൽ എല്ലാവരും പോവും. എൻ്റെ ചാനലിൻ്റെ പേരൊന്ന് പറയുമോ? FKS കൊമ്പൻ, എന്നോടൊരു ഹായ് പറയാമോ? ഹായ് കൊമ്പൻ, FKS കൊമ്പൻ. അപ്പം നമ്മുടെ യൂട്യൂബിലെ നമ്മളൊരു ചങ്ക് വന്നിട്ടുണ്ട്, FKS കൊമ്പൻ എന്നാണ് ചാനലിൻ്റെ പേര്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സഹകരിച്ച് സന്തോഷിച്ചൊക്കെ പോവാന്നേ. എനിക്കും ഉണ്ട് ചാനൽ, നിങ്ങൾക്കും ഉണ്ട് ചാനൽ. നിങ്ങളുടെ ചാനൽ ഞാനും സപ്പോർട്ട് ചെയ്യാം, എൻ്റെ ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം. വാട്സപ്പ് ഉണ്ടെങ്കിൽ ചേട്ടൻ്റെ ഫോട്ടോ എനിക്കും കാണാം, എൻ്റെ ഫോട്ടോ ചേട്ടനും കാണാം. ഫേവറേറ്റ് സോങ് ഒരു കാറ്റ് മൂളണ്, ഒരു പാട്ടിൻ നീനം കേൾക്കണ്, എൻ കാതിൽ വന്നു കഥ ചൊല്ലണ്, എൻ്റെ കാട്ടു ചോലക്കിളിയേ. ആ പാട്ട്. പിന്നെ കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൊരു വാഴണ പെണ്ണാള്, കൊടുവാളെടുത്ത് ചുടുതാരിക ചോലയിൽ നീരാട്. ഈ രണ്ട് പാട്ട് എൻ്റെ ഫേവറേറ്റ് ആണ്. ഞാൻ എപ്പോൾ വണ്ടിയിലൊക്കെ പോയാലും ഞാൻ ആദ്യം ഈ രണ്ട് പാട്ട് കേട്ടിട്ടേ ബാക്കി ഏത് പാട്ടും കേൾക്കൂ. പിന്നെന്താണ്? സൗമ്യ, ഹായ് സൗമ്യ. ചേച്ചിക്ക് യൂട്യൂബിൽ പൈസയൊക്കെ വരാൻ തുടങ്ങിയോ? FKS കൊമ്പന് വേണ്ടി എൻ്റെ ഒരു ഹായ്. കണ്ടോ, നമ്മുടെ നവീൻകുട്ടൻ ഒരു രക്ഷയില്ലാത്ത സപ്പോർട്ടാണ് കേട്ടോ. എല്ലാവരെയും പുതിയതായിട്ട് ഒരാൾ വന്നപ്പോൾ സപ്പോർട്ട് ചെയ്തു, ഇതിപ്പോൾ ചാനലിന് വേണ്ടി സപ്പോർട്ട് ചെയ്തു. ഇവിടെ ഇങ്ങനെയുള്ളവരെയൊക്കെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നവീൻകുട്ടാ, താങ്ക് യു സോ മച്ച്. കഴിഞ്ഞ ദിവസം ഒരു ഡെനി അച്ചായെന്നും പറഞ്ഞിട്ട് ഒരു അച്ചായം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അച്ചായോ എന്നാടാ ഉവ്വ എന്നൊക്കെ ചോദിച്ചായിരുന്നു. പക്ഷെ ഞാനത് ഇൻസ്റ്റയിൽ എനിക്ക് മെസ്സേജ് ഇട്ട് ഫോട്ടോ പോയി നോക്കിയപ്പോൾ തന്നെ ഏതാണ്ട് 25-26 വയസ്സെങ്ങാണ്ടേ ഉള്ളൂ. കുഞ്ഞ് വാവയും കണ്ടായിരുന്നു തോന്നുന്നു. ഞാൻ വലിയ കാര്യത്തിൽ അച്ചായ എന്നൊക്കെ വിളിച്ചു. ഞാൻ കൊച്ചായിരുന്നല്ലേ എന്ന് ചോദിച്ചു. അപ്പം നമ്മൾ ആരെയും പേരാണ് കേട്ടോ, പേര് നോക്കുമ്പോൾ നമ്മൾ ഓർക്കും വലിയ ഏജ് ആയിരിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങളുടെ ഒന്നും ഫേസ് ഒന്നും കാണാണ്ട് എന്താടാ ഉവ്വ അളിയോ എന്നൊക്കെ വിളിക്കുന്നത്. അതുകൊണ്ടാണ്. ചിലപ്പോൾ എന്നെക്കാട്ടി മൂത്തതാവാം, അല്ലെങ്കിൽ എന്നെക്കാട്ടി ഇളയതാകാം. അതൊന്നും നിങ്ങൾ മൈൻഡാക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരെയും ചീത്തയും തെറിയും വിളിക്കാതിരിക്കുക. ബാക്കി പേരോ അല്ലെങ്കിൽ എന്താടാ ഉവേന്നോ എന്നാടാ ഉവേന്നോ അളിയാന്നോ ഒക്കെ നമുക്ക് വിളിക്കാം. ഞാൻ ആരെയും ചീത്തയും തെറിയൊന്നും വിളിക്കുന്നില്ലല്ലോ. പുറകിലുള്ള ഫാൻ ഓഫ് ചെയ്ത കറണ്ട് ബിൽ ലാഭം. അതെന്താണെന്നറിയോ, ചൂട് ഭയങ്കര ചൂടായതുകൊണ്ട് ഇവിടെ അവിടെ എല്ലാം ഫാൻ ഇട്ട് വെച്ചേക്കണം. ഭയങ്കര ചൂടാണ്, ഒരു രക്ഷയില്ല. അതുകൊണ്ടാണ്. ചെയിൻ കാണാൻ അടിപൊളി. ഏത് ഈ ചെയിനാണോ? ഈ ചെയിനാ? ഇതാണോ? അതോ ഈ ചെയിനോ? കൈ ചെയിനാ? ഇത് ഈ ചെയിനോ? ഈ ചെയിനായിക്കല്ലേ. എനിക്ക് 31 ഉള്ളൂ ഏജ്. അയ്യോടാ. എൻ്റെ പേരൊന്ന് പറയാമോ? പേര് പറഞ്ഞു. കാശിനാഥ്, ഹലോ കാശി. ഹായ് കാശി. സാഹിദ, ഹായ് സാഹിദ. നെക്ലേസ് സൂം ചെയ്യാൻ പറ്റുമോ? അയ്യോ ഇല്ല, പറ്റൂല. വിക്രം സിംഗ്, ഹായ്. ചേച്ചിക്ക് കുറച്ച് ടൈറ്റുള്ള ഡ്രസ്സാണ് മാച്ചിങ്. എനിക്കും അതാണ് ഇഷ്ടം. പക്ഷെ എന്താണെന്നറിയോ, കുറച്ച് ഗുണ്ടുമായതുകൊണ്ട് വയറൊക്കെ ഇങ്ങനെ ബുമ്മെന്ന് പറഞ്ഞ് നിൽക്കും. പിന്നെ അതിന് നിങ്ങൾ എന്നെ ചീത്ത വിളിക്കൂലേ? ഞാൻ വീഡിയോസ് ഫോട്ടോസ് ഇടുമ്പോൾ നിങ്ങൾ പറയും ഇതേ തള്ളച്ചിയുടെ വയറ് ചാടിയിരിക്കുന്നു, കുടവയറാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബോഡി ഷെയ്മിങ് അല്ലേ എന്നെ. അതുകൊണ്ടാണ് ഞാൻ ടൈറ്റ് ഉള്ളതൊന്നും അങ്ങനെ ഇടാത്തത്. പക്ഷെ എനിക്ക് ഓവർ തടിയൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് അതെന്നെ നേരിട്ട് കണ്ടുവരും പറയാൻ പറ്റും. പെഡിക്യൂർ വീഡിയോ ചെയ്യാമോ? ചെയ്യാം. വിക്രം സിംഗ്, ഹലോ. ഉണ്ണികൃഷ്ണൻ, ഹായ്. ഐ ലൈക്ക് കേരള. ഓ മൈ ഗോഡ്.
ചേച്ചി ഡാൻസ് കളിക്കുമോ? കളിക്കും, ഡാൻസ് കളിക്കും. വാട്ട് ഈസ് ദ സീക്രട്ട് ഓഫ് യുവർ ബ്യൂട്ടി? അന്ന് ചോദിച്ചാൽ എനിക്ക് ഒരു വാക്കേ പറയാനുള്ളൂ, എൻ്റെ മനസ്സ്. എൻ്റെ മനസ്സ് നല്ലതാണ്. ഞാൻ ആരെയും പ്രാകാറില്ല, ഞാൻ ആരെയും ചീത്ത വിളിക്കാറില്ല, ഞാൻ ആരെയും തെറി വിളിക്കാറില്ല, ഞാൻ ആരെയും ലൈഫിൽ കയറി ചെല്ലാറില്ല. ഞാൻ എൻ്റെ ജീവിതത്തിന് വേണ്ടി, എൻ്റെ ലൈഫിന് വേണ്ടിയിട്ടും എൻ്റെ കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ സൗന്ദര്യം അതാണ്. ചേച്ചീനെ ബിഗ് ബോസിൽ കയറ്റാൻ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും. ഓക്കെ, അതൊക്കെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യും. രാത്രി ഇത് വേണോ കരിങ്കാളിന്ന്? പിന്നല്ലാതെ പിന്നെ പാട്ട് പാടണമെങ്കിൽ ഇപ്പോൾ രാത്രി പകലെന്നൊക്കെ ഉണ്ടോ? നമ്മൾ അങ്ങോട്ട് പാടും അത്ര തന്നെ. പൊട്ടിട്ടപ്പോൾ സുന്ദരിയായി. പൊട്ടിടാറില്ലെന്ന് തോന്നുന്നു ഞാനല്ലേ. ശരിയാ, നീ പൊട്ടിട്ട് വരാം കേട്ടോ. ചേച്ചിയുടെ വരുമാനം എത്രയാണെന്ന്? അതൊക്കെ എൻ്റെ പേഴ്സണൽ കാര്യമല്ലേ, എനിക്കതൊന്നും പറയാൻ വലിയ താല്പര്യമില്ല. ജിംസൺ സത്യം, ഹായ് 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 ജിംസൺ. കൊതുക്. ഡാൻസ് ചെയ് നവീനേ. എന്തുവാടേ, പാട്ടൊന്നും ഇല്ലാതെ എങ്ങനെ നമ്മൾ ഡാൻസ് കളിക്കൂടേ? പാട്ടൊക്കെ വേണം, ബോക്സൊക്കെ വേണം, എന്നാലല്ലേ നമുക്ക് ഡാൻസ് കളിക്കാൻ പറ്റുമോ? ചേച്ചി ചോറ് കഴിച്ചോ? ചോറ് ഞാൻ കഴിക്കാറില്ല, ഞാൻ ഇപ്പോൾ കഴിച്ചിട്ട് കുറേ ആയി. ഇപ്പം നാളെ വീട്ടിൽ പോവും, ചാലക്കുടിക്ക് പോകുമ്പോൾ അവിടെ ചോറായിരിക്കും മെയിൻ, അപ്പോൾ കുറച്ച് കഴിക്കും. ആഴ്ചയിൽ ശനിയും ഞായറും മാത്രമേ ചോറ് കഴിക്കുള്ളൂ, ബാക്കി എല്ലാ ദിവസങ്ങളിലും ഭയങ്കര ഡയറ്റാണ് ഞാൻ. ചേച്ചിക്ക് വേറെ എന്തെങ്കിലും ജോലി? ചേച്ചി സിനിമ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അടുത്ത മാസം ഒരു നമ്മുടെ ശ്രീകാന്ത് നായകനാകുന്ന ഒരു തമിഴ് മൂവി, കന്നഡ, തെലുങ്കു, മലയാളം അങ്ങനെ 3-4 ഭാഷയിൽ പോകുന്ന ഒരു മൂവി ചെയ്യാൻ പോകുന്നു. ചേച്ചി, നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും ഒക്കെ വേണം. ജോലി എന്താണെന്നാണ് ഉദ്ദേശിച്ചത്? ജോലി ബ്ലോഗർ, പിന്നെ ആക്ടർ, പിന്നെ അതിലുപരി ഹൗസ് വൈഫ്, പിന്നെ എന്താണ്, ഇതൊക്കെ തന്നെയാണ് എൻ്റെ ജോലി. പിന്നെ എണീറ്റ് നിൽക്കാമോ? ഡ്രസ്സൊന്ന് കാണിക്കാമോ? പിന്നെ കാണിച്ചു തരാം. നിങ്ങൾ പറഞ്ഞിട്ട് പിന്നെ കാണിച്ചു തന്നില്ലെങ്കിൽ പിന്നെ അത് മോശമല്ലേ. ഒരു ചേർച്ചില്ലാത്തൊരു പാവാടയാണ് ഗൈസ് ഞാൻ ഇട്ടേക്കുന്നത്. കൊള്ളാം. ഇതാണ് ഞാൻ ഇട്ടേക്കുന്നത്. കൊള്ളാമോ? ഉണ്ട്. കൊള്ളാമോ ഗൈസ്? പറയൂ ഗൈസ്, കൊള്ളാമോ ഗൈസ്? എൻ്റെ ഡ്രസ്സ് കൊള്ളാമോ ഗൈസ്? പറയൂ ഗൈസ്, നിങ്ങൾ പറ, കൊള്ളാമോ ഇല്ലെന്ന് പറഞ്ഞിട്ട് വേണം എനിക്ക്. നന്ദൻ ചേട്ടൻ, നന്ദകിഷോർ വീണ്ടും 60 രൂപ. ഓ മൈ ഗോഡ്, നന്ദകിഷോർ, താങ്ക് യു സോ മച്ച്, ലവ് യു. എടാ, നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയോടെ എനിക്ക് ഗിഫ്റ്റ് തരാൻ? ആ പാവം പിടിച്ച മനുഷ്യൻ കണ്ടില്ലേ എനിക്ക് ഗിഫ്റ്റ് തന്നേക്കുന്നു. ബാക്ക് സൈഡ് അടിപൊളി. അതാണ്, കണ്ടില്ലേ? എനിക്ക് തടി കൂടുതലുണ്ടോ നിങ്ങൾ പറ. ഓവർ തടി ഉണ്ടോ? ഈ ഡ്രസ്സിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. എങ്ങനെയുണ്ട്? തടി ഉണ്ടോ? പറയൂ ഗൈസ്, തടി ഉണ്ടോ ഗൈസ്? പറയൂ ഗൈസ്. വെറുതെ കാണിച്ചാട്ടോ. അയ്യോ അയ്യോ, ഞാനേ ഇതിങ്ങനെ അടിയിൽ വേറൊരു പാവാട എടുത്തിട്ട് സാരി ഉടുക്കളത്തേന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ ചൂടല്ലേ, എത്ര നേരം ഞാൻ പുഴുങ്ങിയിരിക്കണം. അത് കാരണം കൊണ്ട് ഞാൻ പിന്നെ സാരി ഒന്നും ഉടുത്തില്ല, ഇങ്ങനെ തന്നെ അങ്ങ് വന്നു. കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൂർ വാഴണ പെണ്ണാള്. മെമ്പർഷിപ്പ് ലൈവ് വീഡിയോസ് ആൻഡ് മോർ. ഓക്കെ അളിയാ, സെറ്റ് അളിയാ. പാദസരം കാണിക്കുമോ? പാദസരം കാണിക്കണമെങ്കിൽ കാല് പൊക്കി തറയിൽ ഇവിടെ വെക്കണ്ടേ? ഞാൻ എങ്ങനെ പാദസരം കാണിക്കും? ബാക്കിൽ ബാക്ക് കൊള്ളാമോ? ഓക്കെ, ഞാൻ ഡ്രസ്സ് കണ്ടില്ല എന്നും പറഞ്ഞ് ആരും കരയാൻ നിൽക്കണ്ട. ഇതാണ് എൻ്റെ ഡ്രസ്സ്. ഓക്കെ, ചേച്ചിക്ക് നല്ല കുടവയറൊന്നും ഇല്ലല്ലോ, നല്ല ഷേപ്പാണ് ചേച്ചിക്ക്. ഐ ലൈക്ക് യു. അതെ, കുടവയറൊന്നുമില്ല, പക്ഷെ ഫുഡ് കഴിച്ചതിൻ്റെ കുറച്ച് വയറ് തള്ളി നിൽപ്പുണ്ട്. അതുണ്ട്, അതില്ലെന്ന് ഞാൻ പറയുന്നില്ല. അത് ഞാൻ കുറയ്ക്കും, ഞാൻ ജിമ്മിൽ പോകുന്നുണ്ട്. നിമോ ഇപ്പോൾ ടാങ്കോയിലുണ്ടോ? ടാങ്കോ ഉണ്ടേ, ഞാൻ അതിനകത്ത് കയറുന്നൊന്നുമില്ല. അതെന്താണെന്നറിയോ? വലിയ കാര്യമൊന്നുമില്ല അതിനകത്ത്.
സപ്പോർട്ടില്ല ആരും എനിക്ക്. ഇത് നമുക്ക് എങ്ങനെ വേണം ഇടാം കേട്ടോ. ഈ ഡ്രസ്സ് ചൂട് കൂടി കഴിയുമ്പോൾ നമുക്കിത് ഇങ്ങനെയൊക്കെ ഇടാം. ഇതെങ്ങനെ അപ്പോൾ കഷ്യൻ ഫാൻസിനെ നമുക്ക് വെറുപ്പിക്കണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് കഷ്യൻ ഫാൻസുകാരുണ്ട് എൻ്റെ, അവരെ നമ്മൾ മുഷിപ്പിക്കാൻ പാടില്ലല്ലോ. ബ്യൂട്ടിഫുൾ, താങ്ക് യു ചേച്ചി, എന്ത് ക്യൂട്ടാണ്. റിച്ചു നന്ദകുമാർ, ലൈക്ക് യു ബ്യൂട്ടിഫുൾ, താങ്ക് യു നന്ദകിഷോർ, കിഷോറേട്ടാ താങ്ക് യു സോ മച്ച്. പിന്നെന്താണ്, എന്തൊക്കെയാണ് പിന്നെ എന്തൊക്കെയോ കുറേ മെസ്സേജ് മിസ്സായി പോയി അല്ലേ. ഐ ലവ് യു. കശുത്തി രോമം ഉള്ളതാ ഇഷ്ടമൊന്നും. ഒയ്യോ സോറി അല്ലേ, എനിക്ക് രോമം ഇല്ലല്ലയാ കണ്ട. മനു മീനു, കശ സൂപ്പർ, നല്ല ബോഡി ഷേപ്പ്, സുന്ദരി. ഷോ എനിക്ക് വയ്യ പാടെ. ചേച്ചിയുടെ ഫേവറേറ്റ് ആക്ടർ ആരാണ്? ഫേവറേറ്റ് ആക്ടർ വിജയ്, ക്രഷ് ഉണ്ണിമൂന്തൻ. വിജയ് ഫേവറേറ്റ് ആക്ടർ. ലൈവ് വീഡിയോ ടുഡേ പ്ലീസ്. ഇന്നത്തെ ഡ്രസ്സ് പൊളിച്ചു. ലവ് ബേബി, ലവ് യു. ഹിന്ദി നഹി മാലൂം. കൈ സ്ലീവ്ലെസ് ഇടാനോ? സ്ലീവ്ലെസ് നമ്മൾ ഇതാ ഇപ്പോൾ ഇടാം. സ്ലീവ്ലെസ് ഇതാണ് സ്ലീവ്ലെസ്. ഇങ്ങനെ ഇട്ടാൽ നമുക്കിത് സ്ലീവ്ലെസ് ആക്കാൻ പറ്റും. കണ്ടോ ഇതാ. ജോസ്മി ഗെയിം ഓവർ. വിജയ് ഫാൻസിലുണ്ടോ? ഇല്ല. നിമിഷ ബിജോ ഫാൻസ് ആരൊക്കെ ഉണ്ട്? എനിക്കതിപ്പോൾ അറിയണം. നിമിഷ ബിജോ ഫാൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം ഹാർട്ട് ഇട്ട് വരിക. ഹാർട്ട് വേഗം പെട്ടെന്ന്. നിമിഷ ബിജോ ഫാൻസ് ഉണ്ടെങ്കിൽ ഹാർട്ട് ഇട്ട് വരിക. ഒരേള് പോലും ഹാർട്ട് ഇട്ടില്ലേ? വരുന്നുണ്ട് ഹാർട്ട് വരുന്നു. ഓ മൈ ഗോഡ്, ആപ്കോ ഹിന്ദി മാലൂം ഹൈ? ഹിന്ദി നഹി മാലൂം. തോടാ ഹിന്ദി. ഇത് എത്ര പേരാണ് ഹാർട്ട്? ഇതെന്തൂടെ ഹാർട്ടിന്റെ മേളയോ? ശ്വേ എനിക്ക് വയ്യ. എനിക്ക് വയ്യ എൻ്റെ ദൈവമേ. ഹാർട്ടോട് ഹാർട്ട്. ഇത്രയും പേർക്കൊക്കെ എന്നെ ഇഷ്ടമാണ്. ലവ്ലി ഡൊമിനിക്, താങ്ക് യു. സജോ ആൻ്റണി, ഹായ്. തമിഴ് പറയാം. തമിഴ് കൊഞ്ചം നമുക്ക് പേസാം. ആരൊക്കെ ഉണ്ട്? നവീനെ, താങ്ക് യു നവീനെ. ഒരു കിസ് തരുമോ? തരാലോ. ഞാൻ കിഷോറേട്ടന് മാത്രമേ ഞാൻ കിസ് കൊടുത്തിട്ടുള്ളൂ, എനിക്ക് ഗിഫ്റ്റൊക്കെ തന്നതുകൊണ്ട്. പിന്നെ നിങ്ങൾക്കും തരാം. എനിക്കും തളപതി അണ്ണനെയാണ് ഇഷ്ടം, എന്നാൽ ഞാനും ചേച്ചിയുടെ ഫാനാണ്. തളപതി അണ്ണൻ വേറെ ലെവലല്ലേ. പ്രതീഷ്, ഹലോ ചേച്ചി സുഖമാണ്, ഒന്ന് കാണണമെന്നുണ്ട്. ഇത് എന്തുവാടേ, ഹാർട്ടിന്റെ മേളയോ? നമുക്ക് കാണാം മുത്തുമണിയെ, നമ്മൾ പൊളിക്കൂടെ. കിസ് മീ പ്ലീസ്. അപ്പൊ നമുക്ക് ഗിഫ്റ്റ് എന്നാ നമ്മുടെ കിഷോറേട്ടൻ ഗിഫ്റ്റ് ചോദിക്കുന്നുണ്ട്. പിന്നെന്താണ്, ചേച്ചി ഉമ്മ തരുമോ? ഷോ, ചേച്ചിയുടെ ബിഗ് ഫാൻ, താങ്ക് യു. എനിക്കും തരുമോ ഗിഫ്റ്റ്? അല്ല കിസ്. ഗിഫ്റ്റ് അയ്യോ, ഞാനാണ്, എനിക്കൊരു കിസ്സൊക്കെ തരാം. ഫസ്റ്റ് ലവ് ഇട്ടത് ഞാനാണ്, എനിക്കൊരു കിസ് തരാം. അതെ, ഫസ്റ്റ് ലവ് ഇട്ടത് നമ്മുടെ ഫോർ യു എന്ന് പറയുന്ന ചക്കര മുത്താണ്. ആ മുത്തിന് വേണ്ടി ഓക്കെ, പിടിച്ചോണം കേട്ടോ, പിന്നെ പോയി എന്നൊന്നും പറയരുത്. സുഹൈൽ, ഹലോ സുഹൈൽ. നിമ്മു, എന്നാണ് കാണാൻ പറ്റുക? നമുക്ക് കാണാടേ. ഹായ് തരുമോ? ഡോണ ബെച്ചി, ഹായ്. ഹെയർ അഴിച്ചിട്ട് ചേച്ചി. ഹെയർ ചൂടായതുകൊണ്ടാണ് ഞാൻ കെട്ടി വെച്ചേക്കണത്. ചൂട്. കിസ് ഹോൾസെയിലായിട്ട് തരേണ്ടി വരുമെന്ന്. ശ്രീദാസ്, അപ്പോൾ ശ്രീദാസ്, ഹലോ. അബ്ദുൾ, ഹായിക്ക. സെക്കൻഡ് ഇട്ടത് ഞാനാണ്, എനിക്ക് ഒരു ഉമ്മ. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ലാസ്റ്റ് ഇട്ട ഹാർട്ട് ആരാണ്? ചേച്ചിക്ക് എത്ര വയസ്സുണ്ട്?
വയസ്സിലൊന്നും ഒരു കാര്യമില്ല, ഞാൻ അങ്ങനെ വയസ്സ് പറയാറില്ല. നിങ്ങളുടെയൊക്കെ ഉള്ളിൽ എത്ര വയസ്സ് എനിക്കുണ്ടോ അതാണ് എൻ്റെ വയസ്സ്. ഓക്കെ, ഞാൻ ബിയ. ഹായ് ബിയ അക്ക, വണക്കം. വണക്കം നண்பர்களை வணக்கம். സൗഖ്യമാ இருக்கா? കള്ളക്കണ്ണി ചേച്ചിന്ന് പാടുന്നു. ഇങ്ങോട്ട് തരുമ്പോൾ ഒരു ഹാർട്ട്, പിന്നെന്താ തരാലോ. ഇതിനകത്ത് അങ്ങനെ നമുക്ക് തിരിച്ച് തരാൻ പറ്റുമോ നോക്കട്ടെ, ഒരു മിനിറ്റ്. സൗഖ്യം, ആ സൗഖ്യം സൗഖ്യം അക്ക, ലവ് യു. ലവ് യു, ലവ് യുടെ ചെല്ലക്കുട്ടി, ലവ് യു. ഇങ്ങോട്ട് തരുമോ ഹാർട്ട്? തരാമേ, തരാം. അക്ക തമിഴ് പേസുമാ? പേസാമേ, നമുക്ക് തമിഴ് പേസാം. നീങ്ക സൊല്ലുങ്കോ, നാം പേസലാം. ഈ കർക്കിടകം വന്നാൽ സ്വീറ്റോയോ ദാ ഞാൻ തിരിച്ച് ഹാർട്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്നുണ്ട്. എല്ലാവർക്കും കൂടിയുള്ള ഹാർട്ട് വീതിച്ചെടുത്തോ കേട്ടോ. ഡേറ്റ് ആൻഡ് ബിയ. ഇന്ന് ബിയയുടെ ബിയ എന്നാണോ ഇന്ന് ചേച്ചി, ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. ആണേ ബിയ. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ ബിയ മോൾ. എല്ലാവരും ഒരു ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യാവോ? നമ്മുടെ ഓൺലൈനിലുള്ളവരൊക്കെ, നമ്മുടെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ ഒന്ന് നമ്മുടെ ചക്കരമുത്തിനെ ഒന്ന് വിഷ് ചെയ്യണേ. കാരണം നമ്മുടെ ലൈഫിലൊക്കെ നമുക്ക് മറക്കാൻ പറ്റാത്ത ദിവസമാണ് നമ്മുടെ ബർത്ത്ഡേ എന്ന് പറയുന്നത്. ബർത്ത്ഡേ നമുക്ക് ആഘോഷങ്ങൾ ഒരു പ്രാവശ്യം നമുക്ക് ആഘോഷിക്കാൻ പറ്റും, വർഷത്തിലൊരിക്കലല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് നമ്മുടെ ബിയ മോൾക്ക് ഒരു ഹാപ്പി ബർത്ത്ഡേ ഒന്ന് പറയണേ. എവിടെയാണേ നമ്മുടെ നവീൻകുട്ടൻ പറയും. എന്തായാലും വേറെ ആര് പറഞ്ഞില്ലേ, നമ്മുടെ നവീൻകുട്ടൻ പറയും. ഇന്ന് ലൈവിൽ വന്ന എല്ലാവർക്കും എൻ്റെ ഹായ്. നവീൻകുട്ട, നിങ്ങൾ ഒരു രക്ഷയില്ലടേ. സ്വീറ്റ് 20. ഓ, ഈ കർക്കിടകം വന്നാൽ, അപ്പം കർക്കിടകം വന്നില്ലെങ്കിൽ 19. നല്ല പ്രായം 19 വെച്ച് കള്ളൻ. അക്ക നീങ്ക ரொம்ப ക്യൂട്ട് വിത്ത്. സ്ത്രീകളോട് വയസ്സ് ചോദിക്കലെന്ന് അറിയില്ലേ? അതെ, അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക അങ്ങോട്ട്. എന്നിട്ട് എന്നോട് വയസ്സ് ചോദിക്കാൻ വന്നേക്കുന്നു. സാപ്പിട്ടിയാക്ക? സാപ്പിട്ടാച്ച്. നീ സാപ്പിട്ടിയാ? ഹാൻഡ് ഒന്ന് പൊക്കോ. യെസ്, അത്രയും പൊക്കിയാൽ മതിയോ? ഇവിടെ ഹാർട്ടിന് വേണ്ടി കലാപം നടക്കും. കലാപക്കാര നിങ്ങൾ നിങ്ങൾ നിൽക്കും. കുണ്ടി ഉണ്ടോന്നോ? പിന്നെ കുണ്ടി ഇല്ലാതിരിക്കോടി. ശരി, നിനക്കതില്ല? എനിക്കുണ്ട്. കൊച്ചു കള്ളൻ. രാമമൂർത്തി, ഹലോ രാമമൂർത്തി. താങ്ക്സ് ബിയ. ഹാപ്പി ബർത്ത്ഡേ ബിയ മോൾ. കണ്ടോ കണ്ടോ കണ്ടോ, എല്ലാവരും ബർത്ത്ഡേ വിഷസ് പറഞ്ഞ കണ്ടോടെ, കണ്ട് പഠിക്കടേ. ഇതാണ് എൻ്റെ യൂട്യൂബിലെ എൻ്റെ ചങ്കുകൾ, എൻ്റെ മുത്തുമണികൾ. ഇന്ന് സുന്ദരി ആയിട്ടുണ്ട് ചേച്ചി. എനിക്ക് വയ്യ, കൊച്ചു കള്ളൻ. അയ്യോ, തമിഴൊന്നും ഇങ്ങനെ എഴുതിയിടല്ലേ. തമിഴ് മലയാളത്തിൽ എഴുതിയിടും, ഞാനത് വായിക്കാം. HBD കണ്ടോ, HBD ഒക്കെ പറഞ്ഞ് വന്നേക്കുന്നുണ്ട്. എത്ര പേരാ നോക്ക്. ഹാപ്പി ബർത്ത്ഡേ മുത്തുമണിയെ. കണ്ടില്ലേ നമ്മുടെ നവീൻ, അതാണ് നമ്മുടെ നവീൻ. അത് തള്ളാണ്, ബർത്ത്ഡേ ഒന്നും അല്ല എന്ന്. തള്ളാണെങ്കിലും എന്താണെങ്കിലും നമ്മളോട് ബർത്ത്ഡേ പറയാൻ പറഞ്ഞ് നമ്മളത് പറഞ്ഞിരിക്കും. ഹാപ്പി ബർത്ത്ഡേ ബിയ. കണ്ടോ, ജിയാസ് വേൾഡ്. കണ്ടോ, എല്ലാവരും. ഇതാണ് എനിക്ക്, ഇതൊക്കെ എന്താ, എനിക്ക് വയ്യ. എനിക്ക് നിങ്ങളെയൊക്കെ ഒന്ന് കാണണമെന്ന്, ഹഗ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം. നമ്മളെപ്പോൾ കാണുമെന്ന് പറ, എനിക്ക് അതാണ് അറിയേണ്ടത്. നിങ്ങളെല്ലാം ഞാൻ എപ്പോൾ കാണും? എനിക്ക് നിങ്ങളെല്ലാവരെയും കാണണം. എന്നെ ഇതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളെല്ലാവരും എനിക്ക് ഉടനെ കാണണം. നമുക്ക് എവിടെയെങ്കിലും മീറ്റിൽ പോയിച്ചാലോ? ഞാൻ കൊച്ചിയാണുള്ളത് കേട്ടോ. കൊച്ചിക്കൊക്കെ ആരെങ്കിലും വരുവാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യും. അങ്ങനെയെങ്കിൽ എനിക്ക് നിങ്ങളെല്ലാവരെയും ഒന്ന് കാണാമല്ലോ. എനിക്ക് ഭയങ്കര ആഗ്രഹം നിങ്ങളൊക്കെ കാണാനായിട്ട്. ചേച്ചി ഇന്ന് ലിഫ്റ്റ് കിട്ടില്ലേ? ഇല്ലടേ, കുറച്ച് ലിബാം മാത്രം എടുത്ത് വരുത്തിച്ച്. പുതിയ ഫോട്ടോഷൂട്ടൊന്നുമില്ല ചേച്ചി, കുറേ വർക്കുകൾ കൈ നിറയെ വരട്ടെ. പ്രതീഷ്, ഫോട്ടോഷൂട്ട് വിഷു ആയിട്ട് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, പോസ്റ്റ് ചെയ്യണം. പിന്നെ നമ്മൾ അട്ടപ്പാടി ചെന്നപ്പോൾ തന്നെ ഒരു ആർട്ട് വർക്ക് നമുക്കുണ്ടായിരുന്നു ഗോൾഡിൻ്റെ. അപ്പോൾ ആർട്ട് വർക്കിന് പോയപ്പോഴത്തേനും അവിടുത്തെ നല്ല ഒരു ആർട്ട് വർക്ക് ചെയ്യുന്ന ആ ഗോൾഡിൻ്റെ മുതലാളി നമുക്ക് ഗിഫ്റ്റൊക്കെ തന്നിട്ടോ, മൂക്കുത്തിയൊക്കെ ഗിഫ്റ്റൊക്കെ തന്നു. ഒരുപാട് സന്തോഷം തോന്നി. അപ്പോൾ എന്താ പറയുക, കൈ ചെയിൻ എടുക്കാനൊക്കെ വിചാരിച്ച് ഞങ്ങൾ കയറിയതാണ്. പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേനും പിന്നെ എടുക്കാമെന്നുള്ള ധാരണ ഞങ്ങൾ നിന്നു. എടുക്കണം, ഇതൊന്ന് മാറിയിട്ട് വേറെ പുതിയത് എടുക്കാമെന്ന് വിചാരിച്ച് ചെന്നത്. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ഞാൻ വിചാരിച്ചു ക്യാഷ് കുറച്ച് കുറവുണ്ടായിരുന്നു. ഇനി വിഷു ഒക്കെ ആകാൻ പോകുമല്ലേ, വിഷു ഒക്കെ കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ പുള്ളി അവിടെ ചെന്ന സ്ഥിതിക്ക് പുള്ളി നമുക്ക് ഗിഫ്റ്റൊക്കെ തന്നു. മൂക്കുത്തി, ഒരു ഗിഫ്റ്റ് തന്ന മൂക്കുത്തി വണ്ടിക്കകത്തിരിക്കുകയാണ്, പുറത്തിരിക്കുക. അത് ഞാൻ പിന്നെ നിങ്ങളെ ഇട്ട് കാണിച്ചു തരാം കേട്ടോ.
ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. പോകണം, ഇനി ഞാൻ ബർത്ത്ഡേ പറയൂല, വെറുതെ പറയാണ്. അക്ക മൊബൈൽ നമ്പർ. ഓഹോ, തമിഴ് എനിക്ക് ഞാൻ പേസുമെന്ന് പറഞ്ഞിട്ട് എന്നോട് മൊബൈൽ നമ്പർ ചോദിക്കുന്ന മലയാളികൾ ചോദിച്ചിട്ട് ഞാൻ കൊടുക്കുന്നില്ല അല്ലേ? നിങ്ങൾ പറഞ്ഞോളൂ. എന്നിട്ടാണ് തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ട് എന്നോട് മൊബൈൽ നമ്പർ ചോദിക്കുന്നത്. അപ്പം പിന്നെ എൻ്റെ കുഞ്ഞു മക്കൾക്ക് കൊടുത്തൂടെ? മലയാളീസായി ഇവർക്ക് കൊടുത്താൽ പോരെ? നിങ്ങൾക്കൊക്കെ തരണോ തമിഴ്നാട്ടിൽ നിന്ന് വന്ന നിങ്ങൾക്കൊക്കെ? നമ്മളൊക്കെ മലയാളീസ് തമിഴ്നാട്ടിലും പുറത്തുള്ള രാജ്യങ്ങളിൽ ചെന്ന് നമ്മളെ ഒരു വിലയില്ല. അവരൊക്കെ ഇങ്ങോട്ട് വന്ന് നമ്മൾ ആനയിച്ച് സ്വീകരിച്ചാണ് നമ്മൾ ഇരുത്തുന്നത്. വിഷമമുണ്ട് എനിക്ക്, വിഷമം. ക്യൂട്ട് ഡാൻസ് മേഡം. വീഡിയോസ് ഓക്കെ. ഇന്ന് എൻ്റെ ബർത്ത്ഡേ അല്ല, എന്നാലും ബർത്ത്ഡേക്ക് കിട്ടിയാൽ കൊള്ളാം. അപ്പോൾ ഞാൻ തരാം. ഞാൻ എന്തായാലും ലൈവ് വരുമല്ലോ ഇടയ്ക്കിടയ്ക്ക്, അപ്പോൾ തരാടി. നിങ്ങൾ വിഷമിക്കല്ലേ, ഞാൻ തരും. ചേച്ചിയുടെ പേരെന്താ? ശശികല. ചേച്ചി സൗഖ്യമാണോ? യെസ്, സൗഖ്യം താൻ. കൺമണി അൻപോടു സൗഖ്യമാണെന്നും സൗഖ്യമേ. ലാലല പാട്ട് കാണാതെ പഠിച്ചാലെങ്കിലും പാട്ടെങ്കിലും പാടി ജീവിക്കായിരുന്നു. ഇതൊന്നിൻ്റെ ഒരു പാട്ടും എനിക്കറിയില്ല. എല്ലാത്തിൻ്റെ ഓരോ ലൈൻ മാത്രമേ എനിക്കറിയൂ. മുടി എന്താ മുടി ഓടിക്കളിക്കുന്നേ? ആരെ മുടി? ഹാപ്പി ബർത്ത്ഡേ ഡിയർ. എൻ്റെ അല്ല, എൻ്റെ ബർത്ത്ഡേ അല്ല. ചൂടുണ്ടോ? നല്ല ചൂടാളിയാ, സത്യമായിട്ട് ഭയങ്കര ചൂടാ. കൊച്ചിയിലുണ്ട്. ആഹാ, എന്നാ വയനാട് പോരെ? ഓക്കെ, സെറ്റ്, പൊളിക്കും. നിങ്ങളുടെ നാട്ടിലൊക്കെ അമ്പലത്തിലെ ഉത്സവമോ പള്ളിപ്പെരുന്നാളൊക്കെ കൊണ്ട് എന്നെ വിളിക്കുക. എനിക്ക് ഡാൻസ്, ഈ ആൾക്കാരുടെ ഇടയിൽ കിടന്ന് ഡാൻസ് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ നമ്മുടെ കൂടെ ആൾക്കാർ വേണം കേട്ടോ, ഒറ്റയ്ക്കൊന്നും പറ്റൂല. ആൾക്കാരെല്ലാവരും നിൽക്കുമ്പോൾ അവരുടെ കൂടെ ഇടയ്ക്കുന്നത് ഞങ്ങൾ ഡാൻസ്. മറ്റേ ഉള്ളുള്ളേരി മാലിന്യം കയറേ ബീരട്ടിപ്പെട്ടേ ദണ്ടക്കയ്യ മാലിന്യം കയറേ എന്നൊക്കെ പറഞ്ഞ് ഡാൻസ് കളിക്കാൻ ഇഷ്ടമാണ്. ഞാൻ അങ്ങനെ ഡാൻസ് കളിച്ചത് നമ്മുടെ അട്ടപ്പാടി ചെന്നപ്പോഴത്തേനും നമ്മുടെ കൂടെയുള്ള ആൾക്കാർ നമുക്ക് നല്ല സപ്പോർട്ടായിരുന്നു, ചങ്കളായിരുന്നു. അട്ടപ്പാടി പോയി ഞാൻ പൊളിച്ചടുക്കി ഗെയ്സ്. ഗാനമേള ഉണ്ടായിരുന്നു. ഗാനമേളയ്ക്ക് അടിപൊളി കിടുക്കാച്ചി പാട്ടൊക്കെ വെച്ച് ഞങ്ങളെ പൊളിച്ചെടുക്കി. നിങ്ങളാ കണ്ടോ വീഡിയോ? ഞാൻ യൂട്യൂബിൽ ഇട്ടായിരുന്നു തോന്നുന്നു. ഓൺലി ഫാൻസ് തുടങ്ങിയോ? തുടങ്ങിയില്ല, തുടങ്ങണം. പിന്നെ ഹായ് ചേച്ചി ഐഷ. ഹായ് ഐഷ മോൾ. സുഹൈൽ, പറയൂ സുഹൈൽ. ചേച്ചി ഡ്രസ്സ് പൊളി. അഞ്ചു താങ്ക് യു അഞ്ചു. ലൈവിലുള്ള എല്ലാവരും ലൈക്ക് ചെയ്ത് ചേച്ചിനെ സപ്പോർട്ട് ചെയ്യൂ. അതെ, ലൈക്ക് 30 ആയിട്ടുള്ളൂ. 1893 പേര് ഓൺലൈനിലുണ്ട്. പക്ഷേ ലൈക്ക് 30 എനിക്കായിട്ടുള്ളൂ. വേഗം ചെറപ്പറ എന്ന് ലൈക്ക് ബട്ടൺ ഞെക്കി പൊട്ടിക്കുക. 5 ഫ്ലൈങ് കിസ് തരാനോ? ഓഹോ, ആരോ എന്നോട് ഇച്ചിരി സ്നേഹമുള്ള ഒരാൾ ഒരു ലൈക്ക് തന്നിട്ട് 31 ആയിട്ടുണ്ട്. പോരാ, ആർക്കും സ്നേഹമില്ല. പോകണം, ഞാൻ പോണു. ഞാൻ ഈ കിടന്ന് ഒച്ച വെക്കുന്നൊക്കെ വെറുതെ. 33 ആയിട്ടേ ഉള്ളൂ, കണ്ടോ? അപ്പോൾ സ്നേഹമുള്ളവരുണ്ട്, പക്ഷെ എല്ലാവർക്കും എന്നോട് സ്നേഹമൊന്നുമില്ല. ചുമ്മാ പറയുന്ന നിങ്ങൾ എൻ്റെ ലൈവിൽ വന്നിട്ട് എന്നോട് സ്നേഹമുണ്ടെന്നൊക്കെ. മൂക്കുത്തി. ഈസ് ദാറ്റ് സെയിം മൂക്കുത്തി? കഷം കാണിക്കുമോ? അപ്പം സ്നേഹമുള്ളവരുണ്ട്. ലൈക്ക് കൂടി വരുന്നുണ്ട്. 43 ലൈക്കായി. ഓ, എനിക്ക് വയ്യ. അപ്പം സ്നേഹമുള്ളവരൊക്കെ ഉണ്ട്. പാട്ട് പാടണോ? പാട്ട് വേണം, ഇറങ്ങി പോകാം എല്ലാവരും അല്ലേ? 45. എൻ്റെ പേര് പറഞ്ഞ വിഷയമാണ്. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. ഞാൻ ഇറങ്ങിപ്പോണു ഞാൻ ഇവിടെ നിന്ന്. ഇന്ന് എല്ലാവരും ബർത്ത്ഡേയോ? നിങ്ങൾ ആരും എൻ്റെ ബർത്ത്ഡേ നിങ്ങൾക്ക് എപ്പോഴാണെന്ന് നിങ്ങൾ ആരെങ്കിലും എന്നോട് ചോദിച്ചോ? എന്നെ നിങ്ങൾ ആരെങ്കിലും വിഷ് ചെയ്യാറുണ്ടോ? എൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് ആരെങ്കിലും ഗിഫ്റ്റ് തരാറുണ്ടോ? ആരും തരാറില്ലല്ലോ. എന്നിട്ട് ഭയങ്കര സ്നേഹമാണ് പോലും. ഞാൻ എല്ലാവരുടെ പേര് ഇവിടെ നിന്ന് മെനക്കെട്ടിരുന്ന് വായിച്ച് എല്ലാവർക്കും റിപ്ലൈ തരുന്നുണ്ട്. എന്ത് ഫണ്ണി ആയിട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ ലൈവ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും നമ്മളൊരു ഫാമിലി പോലെയല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് എൻ്റെ ബർത്ത്ഡേക്ക് ആരെങ്കിലും എനിക്ക് ഗിഫ്റ്റ് തരുമോ? നിങ്ങൾ തരുമോ? വിഷമം, ഭയങ്കര സങ്കടമുണ്ട്. അപ്പം ലൈക്ക് തരുന്നില്ല ആരും. 44 ലൈക്കേ ഉള്ളൂ എനിക്ക്. വയനാട് ഞാൻ വരും. അട്ടപ്പാടിയിൽ എവിടെയായിരുന്നു? ഗൂളിക്കടവ്. കിഷോറേട്ടാ വേഗം ഗിഫ്റ്റ് ഇട് കിഷോറേട്ടാ. കാണിച്ചു കൊടുക്കാം നമുക്ക്. കോണ്ടാക്ട് എങ്ങനെ? ഞാൻ ഇടയ്ക്കൊക്കെ വരാറുണ്ട് ചേച്ചി കൊച്ചിയിലെന്ന്. ഓക്കെ, കോണ്ടാക്ട് ചെയ്യാം. എൻ്റെ ഈ ഇൻബോക്സിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. ചേച്ചി സൂപ്പർ, അടിപൊളി. ചേച്ചിയുടെ അവതരണം അടിപൊളി. താങ്ക് യു. എനിക്ക് എത്ര ഏജ്? എല്ലാവർക്കും എൻ്റെ ഏജ് അറിയണമല്ലോ. എന്തുപാടേ ഇത്?
ആടുജീവിതം കണ്ടോ? കണ്ടില്ലടേ, കാണണം. പവർ മേഡം, അതെ, യെസ് പവർ. മലയാളി തമന്നയാണോ? അമൽ ജോസ് പറഞ്ഞേക്കുന്നു. കേൾക്കണ്ട തമന്ന, കണ്ടം വഴി ഓടും. പിന്നെ ആ വഴി ഓടിക്കഴിഞ്ഞാൽ പുല്ല് പോലും മുളയ്ക്കത്തുമില്ല. ബിജോ ചേട്ടൻ ഗിഫ്റ്റ് തരാറുണ്ടോന്നോ? ബിജോ ചേട്ടൻ ഗിഫ്റ്റ് തരാറുണ്ട്. ഒന്ന് മുടി അഴിച്ചിടണേ. ആറാട്ടനെ ലവ് ചെയ്യുമോ? പിന്നെന്താ, അടിപൊളിയല്ലേ. ആറാട്ടനെ ലവ് ചെയ്യുന്നതിന് എന്താ കുഴപ്പമിരിക്കുന്നത്? എന്താണ് കുഴപ്പം? ആറാട്ടനെ എന്നോട് ഐ ലവ് യു പറഞ്ഞായിരുന്നു. നിങ്ങൾ ആരെങ്കിലും ആ വീഡിയോ കണ്ടായിരുന്നോ? ആറാട്ടൻ എന്നോട് ഐ ലവ് യു പറഞ്ഞു. എപ്പോഴാണെന്നറിയാം? സന്തോഷ് പണ്ഡിറ്റ് സാറിൻ്റെ മൂവി റിലീസായ സമയത്ത് പുള്ളി എന്നോട് വന്നിട്ട് എന്നോട് ക്രഷ് തോന്നുന്നു, ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞായിരുന്നു. പിന്നെന്താ, ആറാട്ടനെ സ്നേഹിക്കാൻ എന്താ കുഴപ്പം? പാവം പിടിച്ചവൻ എങ്ങനെ ജീവിച്ചു പോക്കോട്ടെ. മുടി അയച്ചിട്ടില്ല എന്ന് പറയണ്ട. അതാ ഞാൻ മുടി അയച്ചിട്ടിട്ടുണ്ട്. മുടി ഇങ്ങനെ എങ്ങാനും പിടിച്ചൊന്ന് കെട്ടി വെച്ചാൽ കൊള്ളാം, ചൂട് കാരണം. ലൈക്ക് പോരാ കേട്ടോ, 51 ലൈക്കേ ഉള്ളൂ. ഞാൻ പോണു. അണ്ണാ ആറാട്ടെണ്ണ ഒന്ന് ലൈവിൽ കയറുക. ആറാട്ടെണ്ണ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ലൈവിൽ വരാൻ പറയണേ. എല്ലാവരും ആറാട്ടെണ്ണനെ എല്ലാ പെമ്പിള്ളാരോടും ചെന്ന് ഐ ലവ് യു പറയും. നമുക്ക് പോയി ആറാട്ടെണ്ണോട് പറഞ്ഞാലോ ഐ ലവ് യു എന്ന്? എങ്ങനെ ഇരിക്കും? എൻ്റെ കൂടെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമോ? ആരെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ നോക്ക്. നമുക്ക് പോയി ആറാട്ടനോട് ഐ ലവ് യു പറയാം. പുള്ളി എല്ലാവരെയും പറഞ്ഞ് നടക്കല്ല, നമുക്കൊരു ഷോ കൊടുക്കാം പുള്ളിക്ക്. എങ്ങനെയുണ്ട് കിഷോറേട്ടാ? താങ്ക് യു. വീണ്ടും എനിക്ക് ഗിഫ്റ്റ് തന്നിരിക്കുന്നു കിഷോറേട്ടൻ. എനിക്ക് വയ്യ, ഈ കിഷോറേട്ടൻ ഒന്ന് കാണാനുണ്ട്. ഹനീന എന്ന് വിളിക്കുക. ഹായ് ഹനീന. ഹായ് ചേച്ചി. സുന്ദരിനിയും സുന്ദര ഞാനും ചേർന്നിരുന്നാൽ തിരുവോണം, കണ്ണിൽ കണ്ണും വെച്ച് കയ്യിൽ കയ്യും വെച്ച്, അങ്ങനെയല്ലേ പാട്ട്? ലാ 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 ലാ. വേണ്ട. ചേച്ചി സുഖമല്ലേ? യെസ് സുഖമാണ്. ഞാൻ ചോദിച്ചതിന് നിങ്ങൾ എനിക്ക് റിപ്ലൈ തന്നില്ലല്ലോ. അമ്പലത്തിൽ വരാൻ കാശ് വേണ്ടി വരുമോന്നോ? ഏത് അമ്പലത്തിൽ വരാൻ കാശ് വേണ്ടി വരുമോ? എന്താണ് അങ്ങനെ ചോദിച്ചത്? മനസ്സിലായില്ല. സക്കീന പറയുന്നു കിളവി എന്ന് അവൾക്ക് അസൂയ. സാരില്ല, പറയട്ടെ, ആരെങ്കിലുമൊക്കെ വന്നിട്ട് പോട്ടെ. എടാ, ഞാൻ ഈ നെഗറ്റീവ് കമൻറ്റ് ശ്രദ്ധിക്കുന്നില്ല. നിങ്ങൾ പിന്നെ എന്തിനാണ് എന്നെ വിളിച്ച് കാണിച്ചു തരുന്നത്? പറയുന്നവരൊക്കെ വന്ന് പറഞ്ഞിട്ട് പോട്ടെ. അസൂയയ്ക്കും കഷണ്ടിക്കും മരുന്നില്ല എന്ന് പറയാറില്ല, അതാണ്. എനിക്ക് എൻ്റെ ഏജിനെയും എനിക്ക് എന്നെയും നല്ല വിശ്വാസമാണ്. എൻ്റെ ഒരു എന്താ പറയുക ചിന്താഗതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം വലിയ തരക്കേടില്ല, കാണാൻ കൊള്ളാവുന്ന അത്യാവശ്യം എല്ലാ കഴിവുകളൊക്കെ ഉള്ളൊരു കുട്ടിയാണ് ഞാൻ. എൻ്റെ ഒരു മനസ്ഥിതി ഞാൻ പറയുന്നതാണ് കേട്ടോ. ഞാൻ വേറെ ആരെയും താരതമ്യം ചെയ്യാനൊന്നും ഞാൻ പോകാറില്ല. എനിക്ക് അവരെ പോലെ ആവണം ഇവരെ പോലെ ആവണമെന്നൊന്നും ഞാൻ പറയല്ല. എനിക്ക് എന്നെ പോലെ ആവണം. എന്നിൽ ഞാൻ വിശ്വസ്തതയാണ്, എന്നിൽ ഞാൻ ഹാപ്പിയാണ്. അത്യാവശ്യ കഴിവുകളൊക്കെ ഉള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ എന്തെങ്കിലും പറഞ്ഞ് പാട്ട് പാടാൻ പറഞ്ഞാൽ പാട്ട് പാടും, ഡാൻസ് കളിക്കാൻ പറഞ്ഞാൽ ഡാൻസ് കളിക്കും, കരാട്ടെ കാണിക്കാൻ പറഞ്ഞാൽ 2 സ്റ്റെപ്പ് കരാട്ടെ കാണിക്കും. അങ്ങനെ എല്ലാം കൊണ്ടും അത്യാവശ്യം ഞാൻ എന്നിൽ സംതൃപ്തിയാണ്. ചേച്ചി പൊളിയാണ്. പിന്നെ ചേച്ചി പുത്താണ്, മുത്ത്. ഞാൻ ചോദിച്ചതിന് റിപ്ലൈ എനിക്ക് തന്നില്ലല്ലോ. അതെന്താ നിങ്ങൾ പറയാം? നിങ്ങൾ എന്നോട് ചോദിച്ചു ആറാട്ടനെ ലവ് പറഞ്ഞോ എന്ന് ചോദിച്ചു. നമുക്ക് ആറാട്ടനോട് പോയി ഐ ലവ് യു പറഞ്ഞാലോ എന്ന് ഞാൻ പറഞ്ഞതിന് നിങ്ങൾ എന്താണ് എനിക്ക് റിപ്ലൈ തരാത്തത്? എനിക്കിപ്പം അറിയണം. എനിക്ക് വിഷു തന്നില്ല. മനു മീനു, ഹലോ മനു മീനു, മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. വിഷു തന്നിരിക്കുന്നു, പോവണ്ട. നീരു എന്നെ അറിയാമോ? ഹായ് നീരു. യേശു ബാബു, ഹായ് 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 ഹായ്. വെബ് സീരീസിലുണ്ടോ? ഉണ്ട്. നിൽക്കണം എന്നൊക്കെ പറയുന്നത് എഴുന്നേറ്റ്. അട്ടപ്പാടിയിലേക്ക് വന്നിട്ടുണ്ടോ? എൻ്റെ വീട് അട്ടപ്പാടിയാണ്. ഞാൻ 2-3-4 ദിവസം ആയതുള്ളൂ അട്ടപ്പാടിയിൽ നിന്ന് ഇവിടെ വീട്ടിലെത്തിയിട്ട്. ഞാൻ ഗൂളിക്കടവായിരുന്നു, ഗൂളിക്കടവ്. ലവ് അടിച്ചു ചേച്ചി. സെൻഡ് 1 more ഗിഫ്റ്റ്. ഷുവർ, സെൻഡ് മീ. ലൈക്ക് തരുന്നത് എങ്ങനെയെന്ന് പലർക്കും അറിയില്ല. അയ്യോടാ. അപ്പോൾ അവിടെ ഒരു തമ്പ് കാണില്ല, ആ തമ്പിൽ ഇങ്ങനെ ഞെക്കിയാൽ മതി ലൈക്ക്.
യൂട്യൂബ് ലൈവിൽ തന്നെ ലൈവ് കയറുമ്പോൾ തന്നെ ഒരു തമ്പ് കാണൂലേ, ആ തമ്പിൽ ഞെക്ക. പൊളി പൊളി. ഹാദിയ, ഹായ് ഹാദിയ. അറിയില്ല. ഞാൻ ബീബി ഇന്നലെ താങ്കൾ എന്തൊക്കെയോ പറയുന്നു. ഷെബീന ബീബി ഇന്നലെ താങ്കൾ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ജിൻസി ലിജോ. ഷെബീന ബീബി ആണേലും ആരെയാണേലും എന്നെ എന്ത് പറഞ്ഞാലും എനിക്ക് ഇത്രേ ഉള്ളൂ. അപ്പോൾ പിന്നെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോട്ട്. അവർക്ക് സന്തോഷം വരുന്ന കാര്യങ്ങൾ അവർ ചെയ്യട്ടെ. എനിക്ക് സന്തോഷം വരുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യാം. താങ്കൾക്ക് സന്തോഷം വരുന്ന കാര്യങ്ങൾ താങ്കൾ ചെയ്യും. ഓക്കെ. പോലീസ് ഡ്രസ്സിൽ വന്ന് എന്നെ ഒന്ന് ഇടിക്കാമോ? പിന്നെ എപ്പോൾ ഇടിച്ചെന്ന് ചോദിച്ചാൽ മതി. ഹാപ്പി ബർത്ത്ഡേ പൊന്നെ. എൻ്റെ ബർത്ത്ഡേ അല്ല, എന്നെയാണോ പൊന്നെന്നൊക്കെ വിളിച്ച്? എവിടെ ഞാൻ ഈ രാമകൃഷ്ണൻ ഹലോ ഹായ് 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 ഹായ്. ഞാൻ പറഞ്ഞതിന് എനിക്ക് നിങ്ങൾ എന്താ റിപ്ലൈ തരാത്തത്? നമുക്ക് ആറാട്ടനോട് പോയി ഐ ലവ് യു പറയാം. എത്ര പേര് എൻ്റെ കൂടെ വരും? അതെന്താ നിങ്ങൾ ആരും ഒന്നും പറയാത്തേ? ഒന്നും പറയുന്നില്ല ആരും. പോകണം, എനിക്ക് വിഷമം വരും. എൻ്റെ വീടും കൂളിക്കടവാണ്. ആഹാ, അടിപൊളി. ജൂലിയ രാജു. എന്നിട്ട് ഞാൻ അവിടെ അർമാദിച്ചൊന്നും കണ്ടില്ലേ? ഡാൻസ് കളിച്ചൊന്നും കണ്ടില്ലേ? അവിടെ ഗാനമേള ഇല്ലായിരുന്നു? ആ ഗാനമേളയ്ക്ക് നല്ല അടിപൊളി ഡാൻസൊക്കെ ആയിരുന്നില്ലേ ശനിയാഴ്ച? അത് ഞാനാണ് വന്നത്. ഫോൺ യൂസ് ചെയ്യുന്നത് സാംസങ് അൾട്ര. നനഞ്ഞ് കുളവാക്കി നശിപ്പിച്ച്. എന്നെ എൻ്റെ അമ്മ എപ്പോഴും ചീത്ത പറയും. വെള്ളം കുടിക്കുമ്പോൾ എപ്പോഴും അറിയില്ല അവൾക്ക് വെള്ളം കുടിക്കാൻ. എപ്പോൾ കുടിച്ചാലും ഞാൻ വെള്ളം നനച്ച് ഡ്രസ്സ് നനയുമെന്ന് തന്നെ അമ്മ എപ്പോഴും ചീത്ത പറയാറുണ്ട്. ഇപ്പോൾ വെള്ളം കുടിച്ചപ്പോൾ നനഞ്ഞപ്പോൾ ദേഹത്ത് വെള്ളം വീണപ്പോൾ അതാണ് എനിക്ക് ഓർമ്മ വന്നത്. ഞാൻ എന്താ ഇങ്ങനെ, നീ എന്താ ഇങ്ങനെ? ഞാൻ എന്നോട് ചോദിച്ചു കേട്ടോ, നിങ്ങളോടല്ല, എന്നോട്. ചേച്ചിയുടെ പെരുന്നാൾ എപ്പോൾ? എൻ്റെ പെരുന്നാൾ സെപ്റ്റംബർ 27. നൂറ, ഹായ് നൂറ. ജി ടി ആണോ ഒന്ന് ജയിക്കുന്നത്? ജി ടി പിറന്നാളാണ് പറഞ്ഞത് സെപ്റ്റംബർ 27. ബർത്ത് ഡേറ്റ് പറയണോ? ഞാൻ പറയണോ? പെട്ടെന്ന് പറയാം. നിങ്ങൾ ക്യാച്ച് ചെയ്യുമോ? ക്ലൂ തരാം, കണ്ടുപിടിക്കുമോ? ബർത്ത്ഡേക്ക് ബിജോ ചേട്ടൻ ഗിഫ്റ്റ് തരുന്നത് എന്താണ്? അതിപ്പോൾ ബിജോ ചേട്ടനോട് ചോദിക്കണം എന്താണ്. എനിക്കെങ്ങനെ അറിയാൻ പറ്റും? ബിജോ ചേട്ടൻ എങ്ങനെ ഗിഫ്റ്റ് തരുമെന്ന് ബിജോ ചേട്ടനോട് ചോദിക്കണ്ടേ? അല്ലാതെ എനിക്കെങ്ങനെ അറിഞ്ഞു? എല്ലാം തികഞ്ഞ പാവം കുട്ടി. ഭയങ്കര ഞാൻ എന്താ പറയുക, എല്ലാം തികഞ്ഞൊരു പഞ്ചപാവം പിടിച്ചൊരു കുട്ടിയാണ് ഞാൻ. ആറട്ടനെ ഉറപ്പായും തിരിച്ച് പറയല്ലേ എനിക്ക് വിഷമാവും. ആളെ പോയി ഐ ലവ് യു ഒക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് ആറാട്ടം പേടി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നാണം കിടൂലേ? അങ്ങനെ പറയൂടെ? പറഞ്ഞു നോക്കിയാലോ, നമുക്ക് ലൈവായിട്ട് പറഞ്ഞു നോക്കിയാലോ? അണ്ണൻ്റെ ആ ഒരു ഫീൽ എന്തായിരിക്കും നമുക്ക് നോക്കിയാലോ? ഡൺ. നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണം. ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ആരോടും പറയരുത്. നമുക്കൊരു ദിവസം പ്ലാൻ ചെയ്തിട്ട് ആറാട്ടനോട് നമുക്ക് പോയി ഐ ലവ് യു പറയാം. പെരേരേനെ എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ. പെരേര എനിക്ക് ആറാട്ടനെ ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് പെരേരയോട് ഭയങ്കര ജാടയല്ലേ പെരേരയ്ക്ക്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അത് വീഡിയോസൊക്കെ കാണുമ്പോൾ അറിയൂലേ പെരേരേനെ? ഭയങ്കര ജാടയല്ലേ? നമുക്ക് ആറാട്ടനോട് പറയാം, പൊളിക്കും. ഓക്കെ, നിങ്ങൾ എൻ്റെ കൂടെ വരുവോടെ ആരെങ്കിലും? നമുക്ക് വീഡിയോ എടുത്തിട്ട് പോയാലോ? ലൈവായിട്ട് പോയി പറഞ്ഞാലോ? എനിക്കൊരു ആഗ്രഹമുണ്ട് പറയണമെന്ന്. ആറാട്ടണ്ണ അണ്ണ എന്ന് വിളിക്കുന്നത്. അണ്ണാ, എനിക്ക് അണ്ണയോടൊരു ക്രഷ് അണ്ണ, ഐ ലവ് യു. അപ്പം അണ്ണൻ പാടി എന്ന് പറഞ്ഞാൽ ഞാൻ തീർന്നു. ഏജ് 25 അല്ലേന്ന്. അത്രയ്ക്കൊന്നുമല്ല, അതിൽ കൂടുതലുണ്ട്. അത് ഞാൻ പറയൂല, ഞാൻ പറയൂല. ആറാട്ടണ്ണൻ ആരാന്ന്? എൻ്റെ ദൈവമേ, അടിച്ച് നോക്കുമ്പോളെ പോയി ഗൂഗിളിൽ ആറാട്ടണ്ണൻ ആരാണെന്ന്. സഖ്യ, ഹായ് സഖ്യ. ചേച്ചി പോയി പറയും, ഫുൾ സപ്പോർട്ട് ഉണ്ട്. അല്ല പിന്നെ കണ്ടില്ലേ, നമ്മുടെ മുത്തുമണിയൊക്കെ നമുക്ക് സപ്പോർട്ട് വന്നേക്കണ്. ഞാൻ എന്തായാലും പറയാൻ പോലും, ഞാൻ പൊളിക്കും എന്ന് പറയണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും എൻ്റെ കൂടെ വരുവാണെങ്കിൽ നമുക്കൊന്ന് കളറാക്കായിരുന്നു. പിന്നെന്താ പറഞ്ഞോ സപ്പോർട്ട്? അല്ല പിന്നെ എനിക്ക് ഇത്രയും സപ്പോർട്ടോടെ എനിക്ക് എൻ്റെ ലവ് പൊളിഞ്ഞു. അയ്യോ കഷ്ടമായിപ്പോയി. ബിഗ് ഫാനാണ്. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാവോന്നു?
ചേച്ചി വന്നാൽ ഞാനും ഉണ്ടാവും. നവീൻ നന്ദു. ഓക്കെ, നമുക്ക് എവിടെ പോകണം? പുള്ളിയുടെ വീടൊക്കെ എവിടെ? എവിടെ പോയി പറയും നമ്മൾ? പുള്ളിനെ നമ്മൾ എങ്ങനെയൊന്ന്, പുള്ളി ഉള്ളിടത്ത് നമ്മളൊന്ന് അറിയണ്ടേ? ചുമ്മാ ഓടിച്ചെല്ലാൻ പറ്റും? എങ്ങോട്ട് പോകാൻ പറ്റും? എപ്പോഴും ഇടപ്പള്ളിയിൽ വനിതാ വിരുദ്ധയിൽ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇൻ കേസ് നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ ആരില്ലെങ്കിലോ? ചേച്ചി ആന്തരാഗ സീരിയൽ പിന്നെ എന്താ കാണാനേ? അത് വരും വരും വരും. പിന്നെ പോലീസിൻ്റെ ആവശ്യം വന്നിട്ടില്ലല്ലോ. പോലീസിൻ്റെ ആവശ്യം വന്നു കഴിയുമ്പോൾ നമ്മൾ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. നോക്കാം നമുക്ക്. ചാലക്കുടിയിൽ ആര് ജയിക്കും? ചാലക്കുടിയിൽ ആര് ജയിക്കുമെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കേ പറയാനുള്ളൂ. എൻ്റെ ഒരു ആഗമനം ശരിയാണെങ്കിൽ അയ്യോ, ചുമ്മാ പറഞ്ഞാൽ കേട്ടോ. എന്നെ ആളും തെറി വിളിക്കാതൊന്നും പറയണ്ട. എനിക്കറിയില്ല ആര് ജയിക്കുന്നു. ആര് ജയിച്ചാലും നമ്മൾ കഷ്ടപ്പാട് വിട്ട് നമ്മൾ ജീവിച്ചാൽ നമുക്ക് ജീവിക്കാം. ആര് ജയിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മൾ പണിയെടുത്താൽ നമ്മുടെ കുടുംബം പോവും, അത്ര തന്നെ. ചേച്ചിയുടെ വോട്ട് ആർക്ക്? ഞാൻ ഇനി വോട്ട് ചെയ്യണില്ലല്ലോ ഈ പ്രാവശ്യം. എനിക്ക് വോട്ടേ ഇല്ല. ഞാൻ വോട്ടില്ല. ഞാൻ ഈ പ്രാവശ്യം വോട്ട് ചെയ്യുന്നില്ല. എൻ്റെ കമൻറ്റ് എന്തുകൊണ്ടാണ് വായിക്കാത്തത്? ഞാൻ കാണാത്തതുകൊണ്ട്. നിരഞ്ജന നിയ, ഹലോ. ബിഗ് ബോസ് സപ്പോർട്ട് ആർക്ക്? ആർക്കുമില്ല. ആർക്കുമില്ല. ചേച്ചി വേറെ ലെവലാണ്. അല്ല പെണ്ണ, ആറട്ടൻ ഐ ലവ് യു പറയും. നോക്കാം മക്കളെ, വെയിറ്റ് ചെയ്യാം. നിങ്ങൾ എന്നോട് സപ്പോർട്ട് നിൽക്കണേ കേട്ടോ. ഞാൻ ചെന്ന് ഈ ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോയാലോ? ഇങ്ങനെ ഈ ഡ്രസ്സ് ഇട്ട് അടിയിൽ ഇതിന് ചേരുന്നൊരു പാവാട ഇടാം. ഇതിലിപ്പോൾ ഏത് കളറുള്ള? മഞ്ഞയുണ്ട്, പച്ച, നീലയുണ്ട്, റെഡ് ഉണ്ട്. ഈ ഒരു കളറിൽ ഏതെങ്കിലും ഒരു കളർ പാവാടയൊക്കെ ഇട്ടുകൊണ്ട് പോവാം. മുല്ലപ്പൊക്കെ ചൂടി പോവല്ലേ? മുല്ലപ്പൊക്കെ ചൂടി മറ്റേ നാടൻ കുട്ടിയായിട്ട് പോയിട്ട് അണ്ണ ആറാട്ടണ്ണ ഐ ലവ് യു ഇങ്ങനെ പറഞ്ഞാൽ പോരെ? ഓക്കെ, സെറ്റ്. പൊളിക്കും നമ്മൾ ഗൈസ്. അങ്ങനെ എൻ്റെ ദൈവമേ, നാട്ടുകാരോട് വരും ഗൈസ്. അപ്പോൾ നമ്മൾ എന്തായാലും ആറാട്ടനോട് ഐ ലവ് യു പറയാൻ പോകുന്നു ഗൈസ്. അയ്യോ അയ്യോ, തിരിച്ചെങ്ങാനും പുള്ളി എന്നോട് ഐ ലവ് യു പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? എന്ത് ചെയ്യും ഞാൻ? ക്യൂട്ട് ചെയ്യും. ഞാൻ വരും. അല്ല പിന്നെ. അപ്പോൾ ഓക്കെ, എല്ലാവരും പോരെ? ഞാനുണ്ട് ചേച്ചി. അല്ല പിന്നെ, നമ്മൾ പൊളിക്കൂടെ? നമ്മൾ പൊളിക്കും. അണ്ണനോട് ഞാൻ പറയും ഐ ലവ് യു. അണ്ണനോട് എനിക്കൊരു ക്രഷൊക്കെ. അത് നമ്മുടെ ഫോർ യു അങ്ങനെയല്ല ലൈക്ക് തരുന്നത്. നിങ്ങളുടെ ലൈവ് വീഡിയോയുടെ സൈഡിൽ 3 ഡോട്ട്സ് ഉണ്ട്. അത് ക്ലിക്കാക്കുമ്പോൾ സിമ്പിൾ കാണും. അതാണ് ലൈക്ക് തരുന്നത്. അതെ 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 അതെ, അതാണ് ലൈക്ക് തരുന്നത്. എല്ലാവരും ഇതൊന്ന് നമ്മുടെ ഫോർ യു എന്നും പറഞ്ഞാൽ നമ്മുടെ ചങ്ക് മുത്തുമണി ഇട്ടിട്ടുണ്ട്. അതെല്ലാവരും ഒന്ന് നോക്കിയാൽ നമുക്ക് ലൈക്ക് തരാൻ പറ്റും. ഞാൻ കുറേ സമയമായിട്ട് മറുപടി തരുന്നു. നിയ, ഹായ് നിയ, നൈസ് വ്യൂ. ഓഫ്, പൊളി ലുക്ക്, താങ്ക് യു ചേച്ചി. മൈൻഡില്ല. സുഹൈലെ പറയൂ, എന്താണ് പറയൂ സുഹൈലെ. മെമ്പർഷിപ്പിനെ കുറ്റി പറയാനാണെങ്കിൽ, മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല നല്ല വീഡിയോസ്, ഫോട്ടോസും ഒക്കെ പേഴ്സണലായിട്ട് നമുക്ക് കാണാൻ പറ്റും. യൂട്യൂബ് ചാനലിൽ കുറച്ച് ഹോട്ട് വീഡിയോടാ, ഹോട്ട് ഫോട്ടോസ്ടാ ഒക്കെ അതിൽ കാണാൻ പറ്റും. വേഗം മെമ്പർഷിപ്പ് എടുത്തോളൂ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും പോയിരുന്ന് ഹോട്ട് ഡാ കാണാൻ പറ്റും. ഓക്കെ ചേച്ചി, സൂപ്പർ ലുക്ക്. പിന്നെ മഴ നനഞ്ഞാൽ പനി വരത്തില്ലേ? നമ്മൾ വെയിലത്ത് കുരുത്തതാണ്, തീയിൽ കുരുത്തതാണ്, വെയിലത്ത് പാടില്ല എന്നുള്ള പഴഞ്ചൊല്ലില്ലേ? അതാണ് ഞാൻ. നമുക്ക് പനിയൊന്നും അങ്ങനെ വരത്തൊന്നുമില്ല. എന്നാലും വരും കേട്ടോ ചില സമയത്തൊക്കെ. തണുത്ത വെള്ളം കുടിച്ചാൽ എനിക്ക് പനി വരും. തണുത്ത വെള്ളം എനിക്ക് കുടിക്കാൻ പറ്റത്തില്ല. പക്ഷെ മഴ നനഞ്ഞാൽ എനിക്കൊരു പ്രശ്നവുമില്ല. പിന്നെന്താണ്? ഹായ് പറയൂ ചേച്ചി. ചിന്നു ബ്ലോ, ഹായ് ചിന്നുകുട്ടി ഉറങ്ങിയില്ലേ? ഹാപ്പി ബർത്ത്ഡേ ഇൻ അഡ്വാൻസ്. സെപ്റ്റംബറിൽ ആവുന്ന ബർത്ത്ഡേക്ക് വേണ്ടി ഇപ്പോഴേ എനിക്ക് അഡ്വാൻസ് തന്നിരിക്കുകയാണോ? താങ്ക് യു തങ്കമേ. എന്തോ മാരീഡ് ആണല്ലോ. രവീന്ദ്രൻ മാഷിന് വോട്ടിടണേ. ഷുവർ, ഉറപ്പായും ഇട്ടിരിക്കും. ചേച്ചീനെ ഒത്തിരി ഇഷ്ടമാണ്. എനിക്ക് ചേച്ചീനെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ചേച്ചീനെ വലിയ ഫാനാണ്. താങ്ക് യു സുഹൈലെ. പറയൂ മുത്തുമണിയെ. ഒച്ച കുറയ്ക്ക്. പോകരുത്, എനിക്ക് നല്ല സൗണ്ടാണ്.
വേൾഡ് കപ്പിൽ ഇന്ത്യനെ അടുപ്പിക്കാൻ പറ്റുമോ നിനക്ക്? എല്ലാം ചെയ്യുന്നതല്ലേ. പിന്നെ ഞാൻ എന്തായാലും വേൾഡ് കപ്പിൽ ഇന്ത്യനെ അടുപ്പിച്ചിരിക്കൂടെ. നിമിഷ ബിജോയുടെ വാക്കായിരിക്കണം. കപ്പ് കണ്ടോളാം ആര് കൊണ്ടുപോകുമെന്ന്. ഒരു പ്രാവശ്യം ഞാൻ എന്താ പറയാ, അതിപ്പോഴാണോ എപ്പോഴത് കുറേ ആയെന്ന് തോന്നുന്നു, ഞാനൊരു പ്രവചനമൊക്കെ നടത്തിയെന്നു. അതൊക്കെ സാധിച്ചായിരുന്നു. അത് വലിയ ന്യൂസൊക്കെ ആയായിരുന്നു. കണ്ടായിരുന്നോ? അതെ, എൻ്റെ നാക്ക് സുമ്മാവാ പറഞ്ഞതാ. ഡ്രസ്സ് ആൻഡ് ചേച്ചി സൂപ്പർ. താങ്ക് യു ലാലു. ഞാൻ വരാം. ഓക്കെ ചേച്ചി, ഐ ലവ് യു. ചേച്ചി യങ്ങാണ്. ചേച്ചിയുടെ ഐസ് പൊളി. താങ്ക് യു. ചേച്ചി ഉയിര്. എനിക്ക് വയ്യ, എന്നെ കൂടെ കൊല്ലി. മിസ്റ്റർ ചാത്തൻ എന്താ ഈ വീട്ടിൽ കാര്യം? മെമ്പർഷിപ്പ് റേറ്റ് എത്രയാണ്? ലുക്ക് സൂപ്പർ. ബിജു ചാക്കോ ഹായ്. കണ്ണിൽ കരി പോയോ? അത് ആ ഒരു ഐലൈനറിൻ്റെ പ്രശ്നമെന്ന് തോന്നുന്നു. അത് ചെറുതായിട്ട് എഴുതാൻ പറ്റുന്നില്ല എനിക്ക്. എഴുതി കഴിഞ്ഞപ്പോൾ അതിങ്ങനെയായി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കണ്ണെഴുതുന്നത് ഇഷ്ടമാണ്. എഴുതുന്ന പെൺകുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. കഴിച്ചോ? അട്ടപ്പാടി വന്നോ ചേച്ചി? പിന്നെ അട്ടപ്പാടി വന്നല്ലോ. നാളെ ഞാൻ നേരെ ഇനി വരുന്ന സ്ഥലം എവിടെയാണെന്നറിയാമോ? പാമ്പുമേക്കാട് വരുന്നുണ്ട്. പാമ്പുമേക്കാട് മന. നിങ്ങളാരെങ്കിലും അവിടെ ഉള്ളവരുണ്ടോ? ഞാൻ പാമ്പുമേക്കാട് എല്ലാ മാസവും പോവാറുണ്ട്. 1-ാം തീയതിയാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് സമയം കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ നാളെ വരുന്നുണ്ട് പാമ്പുമേക്കാട് മനയിൽ. ആരെങ്കിലും അവിടെ ഉണ്ടോ? മാളയല്ലേ സ്ഥലം അത്? ഇരിങ്ങാലക്കുട മാള ആണെന്ന് തോന്നുന്നു. ലൈഫിൽ എന്തെങ്കിലും കളി പറയുന്നു. എന്തെങ്കിലും കളി പറയാനായിട്ട് എന്താ പറയുക? സാരി ഉടുത്ത് വരുമോ? ടിറ്റു സാരി ഉടുത്ത് വരാം കേട്ടോ. അടുത്ത ദിവസം വരാം. എനിക്കറിയില്ല ചേച്ചി, എൻ്റെ ജില്ല പാലക്കാട്. ഓക്കെ കുഞ്ഞി, കണ്ണിൽ കരി കുറച്ച് വരണേ. ഓക്കെ. ഉറക്കം വരുന്നു. പോയി കിടന്ന് ഉറങ്ങിക്കോളൂ കുട്ടി. നിലമ്പൂരിനെ അറിയുമോ? ഇല്ല, അറിയില്ല. പക്ഷെ ഞാൻ വീഡിയോസ് കണ്ടിട്ടുണ്ട്. ചേച്ചി ഞാനൊരു ഫോട്ടോ വരച്ച് തന്നോട് ചേച്ചി ഇൻസ്റ്റാഗ്രാമിലുണ്ട്. ചേച്ചിയുടെ ID ഏതാണ്? മെസ്സേജ് അയച്ചാൽ റിപ്ലൈ തരും. എന്നാൽ ഞാൻ തീർച്ചയായും ഒരു ഫോട്ടോ അയച്ചു തരും. റഷീദ് ജുറു ഫോട്ടോ വരച്ച് എനിക്ക് തന്നോളൂ. എൻ്റെ ഇൻസ്റ്റാഗ്രാം ID നിമിഷ ബിജോ ഒഫീഷ്യൽ എന്നാണ്. അതിലേക്ക് എനിക്ക് മെസ്സേജ് അയച്ചോളൂ. എന്നിട്ട് എനിക്ക് കൊളാബ് ഇട്ടാൽ മതി. ഞാൻ അത് അക്സെപ്റ്റ് ചെയ്തിട്ടോളാം കേട്ടോ. ഇൻസ്റ്റയിൽ അക്സെപ്റ്റ് ചെയ്തിട്ടോളാം. പിന്നെ യൂട്യൂബിൽ ഞാൻ ഇട്ടോളാം. ഓക്കെ. പിക്കൊക്കെ വരച്ച് എൻ്റെ അഡ്രസ്സൊക്കെ ഞാൻ തരാം. എനിക്ക് അയച്ചു തന്നോളൂ. താങ്ക് യു സോ മച്ച്. എൻ്റെ ഒരു ഫ്രണ്ട് അതുപോലെ തന്നെ എനിക്ക് അയച്ചു തന്ന ഫോട്ടോ ഇവിടെ എവിടെയോ ഇരിപ്പുണ്ട്. അത് കുറേ നാളായതാ. പിന്നെ വേറെ എന്താണ്? എൻ്റെ പേര് പറയാമോ? സമീറ. ചേച്ചി പ്രശാന്ത്. ഞാൻ ഒരു ജൂനിയർ ആക്ടറാണ്. ഓക്കെ ജൂനിയർ ആർട്ടിസ്റ്റ് അല്ലേ? ഓക്കെ. വർക്കൊക്കെ ഉണ്ടോ ഇപ്പം ഏതാ മൂവി? തിരുവനന്തപുരത്ത് എന്ന് വരും? തിരുവനന്തപുരത്ത് ഉടനെ ഒന്നും ഇല്ല. എനിക്ക് വരണമെന്നുണ്ട്. എന്തെങ്കിലും വർക്ക് വരുവാണെങ്കിൽ വരും. ഞങ്ങളുടെ ചേച്ചി പൊളിയാണേ. ഈ ഉണ്ടക്കണ്ണിന് ഇതൊക്കെ തന്നെ മതിയെന്ന് കൺമഷി. ഫുൾ ഡ്രസ്സ് കാണിക്കാവോ? ഞാൻ കാണിച്ചു തന്നില്ലേടേ ഫുൾ ഡ്രസ്സൊക്കെ. ഫുൾ ഡ്രസ് ആണ് ഫുൾ ഡ്രസ്. കൊള്ളാമോ? ഫുൾ ഡ്രസ്. ഒരു ചേർച്ചില്ലാത്തൊരു പാവാട ഇട്ടേക്കണേ. രണ്ടും രണ്ട് കളർ, റെഡും ബ്ലൂവും. കൊള്ളാമോ? കൊള്ളാമെന്ന്. താങ്ക് യു.
സൂപ്പർ. താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു. സൂപ്പർ സൂപ്പർ. താങ്ക് യു താങ്ക് യു. വാലിട്ട് കണ്ണെഴുതിയ സുന്ദരിയാണ് ആണല്ലേ. അപ്പം ഇനി അടുത്ത പ്രാവശ്യം ഞാൻ സാരി കൊടുത്ത് വാലൊക്കെ ഇട്ട് കണ്ണെഴുതി കൊണ്ടുവരാം. കൊള്ളാം. താങ്ക് യു. ചേച്ചിയുടെ കൂടെ അഭിനയിക്കാൻ ഒരു അവസരം തരുമോ? ഞാൻ ചെറുപ്പം മുതലേ സിനിമയിൽ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്, കിട്ടിയിട്ടില്ല ഇതുവരെ. സിനിമയിൽ അഭിനയിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. സിനിമ എന്നൊക്കെ പറയുന്നത് സത്യം പറഞ്ഞ ഭയങ്കര ലക്കാടോ. അതൊക്കെ എല്ലാവരുടെയും വിചാരം ഓടിച്ചെന്നാൽ സിനിമ കിട്ടും, അല്ലെങ്കിൽ ഓടിച്ചെന്നാൽ സിനിമയിൽ അഭിനയിക്കാം എന്നാണ്. പക്ഷേ അതൊക്കെ വെറും തോന്നലാണ്. സിനിമയിലൊക്കെ അഭിനയിക്കണമെങ്കിൽ നല്ല കഷ്ടപ്പാട് വേണം. പിന്നെ ഇപ്പോഴത്തെ കാലത്തെന്ന് വെച്ചാൽ ഒരുപാട് ആർട്ടിസ്റ്റുകൾ, ഒരുപാട് പേര് സോഷ്യൽ മീഡിയ വഴിയൊക്കെ കയറി വരുന്നവർ ഒരുപാട് പേരുണ്ട്. റീൽസൊക്കെ ചെയ്തിട്ട് കയറി വരുന്നവരൊക്കെ ഒരുപാട് പേരുണ്ട്. പക്ഷെ ഭയങ്കര റിസ്ക്കുള്ള പരിപാടിയാണ് സിനിമ എന്ന് പറയുന്നത്. നല്ല കഴിവ് വേണം. എന്താ പറയുക, അതിലുപരി നമ്മുടെ കയ്യിൽ വേണ്ടത് ഫണ്ട് വേണം. നമുക്ക് ഫണ്ട് ഇല്ലെങ്കിൽ നമുക്ക് ഒരു സിനിമയിൽ അവസരം കിട്ടാൻ പോകുന്നത്. നമ്മുടെ കയ്യിൽ ഫണ്ടും വേണം. അതുപോലെ നമ്മൾ ഒന്നറിയപ്പെടുന്ന ഒരാളും ആവണം, എങ്കിലും നമുക്ക് സിനിമയൊക്കെ കിട്ടും. ഇപ്പം എല്ലാവരുടെ വിചാരം സിനിമയിലൊക്കെ ഓടി ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലക്ഷങ്ങൾ കിട്ടുമെന്നൊക്കെ പറഞ്ഞാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ അതൊക്കെ വെറും പറച്ചിൽ മാത്രമാണ്. ഡാൻസ് കളിക്കാവോ? ഡാൻസ് കളിക്കണോ? പാട്ടില്ലല്ലോ ഡാൻസ് കളിക്കാൻ. അക്ഷിത ഹായ് തരുമോ? ഹായ് അക്ഷിത. ചേച്ചി പൊളിയാ. മുത്തുമണിയെ കുഞ്ഞേ. കൊതുക് കടിക്കുന്നു. ഞാൻ ചോദിച്ചതിന് മറുപടി തന്നില്ല. എന്താണ് മുത്തുമണി ചോദിച്ചത്? പറയൂ. ചൂടുണ്ടോ? നല്ല ചൂടാണ്. സസ്പെൻസ് ആയിട്ട് ബിജോ ചേട്ടൻ ഗിഫ്റ്റ് തരാറുണ്ടോ? സസ്പെൻസ് ആയിട്ട് ബിജോ ചേട്ടൻ ഗിഫ്റ്റ് ഇല്ല. സസ്പെൻസ് ആയിട്ടൊന്നും തരത്തില്ല. അതിനോട് ചോദിക്കും എന്താ വേണ്ടതെന്ന്. ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മേടിച്ചിട്ട് കൊണ്ടുതരും. അല്ലാതെ സസ്പെൻസ് ആയിട്ടൊന്നും ഇതുവരെ ഒന്നും അങ്ങനെ തന്നിട്ടില്ല. പക്ഷെ ഞാൻ വഴക്കുണ്ടാക്കാറുണ്ട് എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട്. 2 ദിവസം മുന്നാണെങ്കിലും ഞാൻ പറയും. പക്ഷെ അതിൻ്റെ ആഗ്രഹമുണ്ട് എനിക്ക് കിട്ടണമെന്ന്. പക്ഷെ തന്നിട്ടില്ല ഗീസ് എനിക്ക്. നിങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കട്ടോ. ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ അങ്ങനെ സസ്പെൻസ് ആയിട്ട് ഗിഫ്റ്റ് കൊടുക്കണമെന്നൊക്കെ. അല്ലെങ്കിൽ ഞാൻ തേക്കുന്നും കൂടി പറഞ്ഞെന്ന് ഞാൻ പറഞ്ഞത് നിങ്ങളൊന്ന് പറഞ്ഞേരെ. എനിക്ക് സസ്പെൻസ് ആയിട്ട് ഗിഫ്റ്റ് തന്നില്ലെങ്കിൽ ഞാൻ തേക്കൂന്ന് പറഞ്ഞെന്ന് പറയണേ. എൻ്റെ മെസ്സേജ് നോക്കുന്നില്ല. മുകളിലത്തെ മെസ്സേജ് നോക്കൂ. അയ്യോ എന്തുവാടേ കണ്ടില്ല. വെള്ളം കൂടി. ചേച്ചി ഏതുവരെ പഠിച്ചു? ചേച്ചി വെറും 10ാം ക്ലാസ്സും ഗുസ്തിയും. എന്നോട് ഞാൻ പല ആൾക്കാരെ പരിചയപ്പെടുന്നുണ്ട്. പല ആൾക്കാരെ നമ്മൾ കാണുന്നവരാണ്. പല ആൾക്കാരോട് നമ്മൾ ക്വാളിഫിക്കേഷൻ ഉള്ളവർ ഇല്ലാത്തവർ ഒക്കെ. പക്ഷേ എങ്കിലും എനിക്കറിയാവുന്ന ഒരാൾ പോലും സത്യമായിട്ടും പറയുന്നില്ല. അവരെ ക്വാളിഫിക്കേഷൻ പറയാറില്ല, വയസ്സ് പറയാറില്ല. ഞാൻ വയസ്സ് പറയാത്തത് വേറൊന്നും കൊണ്ടല്ല, എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. പക്ഷെ ഞാൻ എൻ്റെ വന്ന വഴിയും അതേപോലെ എൻ്റെ ക്യാരക്ടർ എന്താണെന്നും എൻ്റെ ജോലി എന്താണെന്നൊക്കെ ഞാൻ എവിടെയും പറയും. എന്നോട് ഒരാൾ, അതാരാണെന്ന് ഞാൻ പറയുന്നില്ല, ഒരാൾ എനിക്ക് എൻ്റെ മെസ്സഞ്ചറിൽ എനിക്ക് കമൻ്റ് ഇട്ടു. നിമിഷയുടെ ക്യാരക്ടർ അടിപൊളിയാണ്, നിമിഷയുടെ ആ ഒരു ജീവിതവും വന്ന വഴിയും ഒക്കെ ഞാൻ സ്റ്റോറി എഴുതുന്നുണ്ട് എൻ്റെ ഫേസ്ബുക്കിൽ. അതെല്ലാം കണ്ടിട്ട് അവർ പറഞ്ഞു നല്ല ഇതാണ് നിമിഷ, നല്ലൊരു എന്താ പറയുക, നല്ലൊരു നിലയിലെത്തും, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അതാരാണെന്ന് ഞാൻ പേര് പറയുന്നില്ല. പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ്, അതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. എന്താ പറയുക, സാധാരണ എന്നെ കളിയാക്കാറുണ്ട്, നിനക്ക് റബ്ബർ വെട്ടാൻ പോയിക്കൂടെ. ഞാൻ റബ്ബർ വെട്ടി എന്നൊക്കെ വന്നൊരു വ്യക്തിയാണ്. പക്ഷെ അതെനിക്ക് എവിടെ പറയുന്നതിന് ഒരു മടിയുമില്ല. എൻ്റെ കൂടെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ പോലും അവരാരും എന്നോട് വന്ന് പറഞ്ഞു ചേച്ചി ഞങ്ങൾ ഇങ്ങനെ വന്നതാണെന്നൊന്നും പറയുന്നില്ല. പക്ഷെ എല്ലാവർക്കും ഭയങ്കര പൊങ്ങച്ചക്കാരാണ്, ഭയങ്കര പൊങ്ങച്ചം പറയുന്ന ആൾക്കാരാണ് ഒരുപാട് പേര്. അതിപ്പോൾ ആൺകുട്ടികളാണേലും പെൺകുട്ടികളാണേലും എല്ലാവരും അത് പൊങ്ങച്ചം പറയും. നമ്മളെന്താണെന്നും നമ്മൾ ഏതാണെന്നും നമ്മൾ തുറന്ന് പറയണം. നമ്മൾ ഈ പൊങ്ങച്ചം പറഞ്ഞിട്ട് പിന്നീട് ഒരു ദിവസം അത് ആണ് എന്നുള്ളൊരു നമ്മൾ അറിയേണ്ടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫ്രണ്ട്ഷിപ്പ് അത് കട്ടായി പോകാൻ അധികം നേരമൊന്നും വേണ്ട അല്ലേ.
അപ്പോൾ ഉള്ളത് എന്താണോ അതുപോലെ ഉള്ളതുപോലെ പറയാം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഞാൻ എന്താണെന്നും ഞാൻ ഏതാണെന്നും ഒക്കെ. അപ്പം നിങ്ങൾക്ക് എന്നെ മനസ്സിലാവും ഇല്ലേ? ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു, വരൻ്റെ പേരെന്താണ്? ചേച്ചിനെ പൊന്നു പോലെയാണോ ഏട്ടൻ നോക്കുന്നത്? എന്നെ പൊന്നു പോലെയാണോ നോക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്കത് അറിയത്തില്ല. കാരണം എന്നെ നോക്കുന്നതിൽ ഞാൻ ഹാപ്പിയാണ് എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. ഇപ്പോൾ പൊന്നു പോലെ നോക്കുക എന്ന് പറയുമ്പോഴത്തേനും ഒരുപാട് സ്വർണ്ണമൊക്കെ മേടിച്ചിട്ട് തരിക, അല്ലെങ്കിൽ നമ്മൾ പറയുന്നിടത്തൊക്കെ നമ്മളെ കൊണ്ടുപോവുക, അങ്ങനെയൊക്കെ അല്ലേ? അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഞങ്ങളുടെ ലൈഫ് ഹാപ്പിയാണ്, ഇതുവരെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല. ഇനി മുന്നോട്ട് എങ്ങനെയാണ് എന്ന് എനിക്കറിയത്തില്ല. ഇനി എൻ്റെ ഒരു സ്വഭാവം വെച്ച് മിക്കവാറും ഞാൻ തേക്കാൻ സാധ്യതയുണ്ട് വിജയ ചേട്ടനെ. പൊങ്ങച്ചൻ പറയത്തെ ആള്. അതെ, ഞാൻ പൊങ്ങച്ചൻ പറയത്തേ ഇല്ല. ഞാൻ പൊങ്ങച്ചൻ പറയുന്നത് നിങ്ങൾ കേൾക്കാറുണ്ടോ? കേട്ടിട്ടുണ്ടോ? ഞാൻ എന്താണ് പൊങ്ങച്ചൻ പറഞ്ഞേക്കുന്നത്? ഞാൻ ഉള്ളതുപോലെ പറയുന്ന ഒരാളാണ്. മുഖത്ത് നോക്കി ഉള്ളതുപോലെ പറയും. ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറയും, ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയും. ദുബായിൽ ഞാൻ വന്നിട്ടുണ്ട്. ചേച്ചി പറഞ്ഞു വന്നത് വളരെ ശരിയാണ്. അതാണ് ചേച്ചിയുടെ ക്രോപ്പ് ടോപ്പ് പൊളിച്ചു. താങ്ക് യു. അഭിനയിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സീരിയൽ ഏതാ? അഭിനയിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സീരിയൽ ആനന്ദരാഗം തന്നെയാണ്. സൂര്യ ടി വിയിൽ ചെയ്തത് നല്ലൊരു ക്യാരക്ടറാണ് ചെയ്തത്. പിന്നെ മൂവിയിലാണെങ്കിൽ അവഞ്ചേഴ്സ് എന്ന് പറഞ്ഞ മൂവിയാണ് എനിക്കിഷ്ടപ്പെട്ട മൂവി. പിന്നെ അതുപോലെ ആതിരയുടെ മകൾ അഞ്ജലി, അതും എനിക്കിഷ്ടമാണ്. പിന്നെ ബാക്കിയൊക്കെ ചെയ്തേക്കുന്ന ചെറിയ ചെറിയ വേഷങ്ങളാണ് ചെയ്തേക്കുന്നത്. പിന്നെ ആലീസ് ഇൻ പാഞ്ചാലി നാട് എന്ന് പറഞ്ഞൊരു മൂവിയുണ്ട്, അതിനകത്തും ഞാൻ നല്ലൊരു ക്യാരക്ടറാണ് ചെയ്തേക്കുന്നത്, ഒരു കോഴിക്കടക്കാരിയായിട്ട്. അപ്പോൾ നമ്മുടെ IPL 6 ബോളും 6 റൺസും ആയിട്ടുണ്ട് ഗൈസ്. കണ്ടോടെ ആരെങ്കിലും? കാണുന്നുണ്ടോ ആരെങ്കിലും? അപ്പോൾ പിന്നെ പറയാൻ വേണ്ടി വന്നെന്താ, ഇപ്പം ഈ ഇടയ്ക്ക് റിലീസായ മൂവിയാണ് എന്താണ്, എന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലല്ലോ എന്ന് പറയുന്ന മൂവി. ആ മൂവിയിൽ ഞാനൊരു കുളിസീൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും ആ മൂവി കണ്ടോ? കുളിസീൻ ചെയ്തിട്ടുണ്ട്, നല്ലൊരു പവർഫുൾ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അതെനിക്ക് ഇഷ്ടമുള്ള ക്യാരക്ടർ തന്നെയാണ് ഞാൻ ചെയ്തേക്കുന്നതിനകത്തും. ഹണി റോസിൻ്റെ ആരെങ്കിലും ആണോ നിങ്ങൾ? ആരുമല്ല, പക്ഷെ ഞാൻ ഹണി റോസിൻ്റെ പാത പിന്തുടരുന്നുണ്ട്. അയ്യോ. ജയകുമാർ, ഫുഡ് കഴിച്ചോ മോളെ? ഞാൻ പോവാം. അപ്പോൾ ഹാപ്പി ഗുഡ് നൈറ്റ്. ഓക്കെ ജയകുമാർ ഏട്ടാ, ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ, ഗുഡ് നൈറ്റ്. കുളിസിയും കണ്ടില്ല. മൂവി കണ്ടാലല്ലേ കാണൂ. മൂവി കാണും കേട്ടോ. എന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലല്ലോ. ട്രിവാൻഡ്രത്തുണ്ട് റിലീസ്. ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല, മാറിയോന്ന് എനിക്കറിയില്ല. സിനിമയുടെ പേരാണ് പറഞ്ഞത്. എന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലല്ലോ. എവിടെയാ താമസിക്കുന്നത്? ഞാൻ ഇടപ്പള്ളിയിൽ. ഞാൻ നാളെ വരുന്നുണ്ട് കേട്ടോ, പാമ്പുമേക്കാട്. നിങ്ങൾ ആരെങ്കിലും ഉണ്ടോ അവിടെ? പാമ്പുമേക്കാട് ആരെങ്കിലും ഉണ്ടോ അവിടെ? പറയടേ, ഒരു ഹായ് തരുമോ? ഹായ് വൈശാഖ്, ഹലോ ഗിരിജ, ഹായ് ഹായ് ഹായ്. അപ്പോൾ സമയം കുറേ ആയില്ലേ, ഒരു പാട്ട് പാടുമോ? പാട്ട് അമൃത ചിഞ്ചു, ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞാണോ? പാട്ട് ഇപ്പോൾ ഏത് പാടും? കൊല്ലങ്കോട് ചിങ്ങച്ചിറ മുതലമട പ്രശാന്ത്. ഓക്കെ, എന്തായാലും ഞാൻ വരുന്നുണ്ട് പ്രശാന്ത് കേട്ടോ. എനിക്കിഷ്ടമുള്ള സ്ഥലമാണ് കൊല്ലങ്കോട്. അപ്പോൾ കൊല്ലങ്കോട് വരുമ്പോൾ നമുക്ക് കാണാം. ഓക്കെ. ആരതി ഹായ്. ഹായ് ആരതി, ഒരു ഹായ് പറയുമോ? ഗിരിജ ഒന്ന് ചിരിക്കാൻ. കോമഡി പറഞ്ഞാലേ ചിരിക്കത്തുള്ളൂ. ചേച്ചിയുടെ മാല കൊള്ളാം. താങ്ക് യു. ഫുഡ് കഴിച്ചു. മുത്തശ്ശിയുടെ കുഞ്ഞൻ, കണ്ണും തമ്മിൽ കഥകൾ കൈമാറും അനുരാഗമേ, നീ അറിഞ്ഞോ നിന്നോടും. പാട്ട് ഭയങ്കരമായിട്ട് ഞാൻ പഠിച്ചേക്കുന്നുണ്ടേ, ഭയങ്കരമായിട്ട് പാടാനൊക്കെ എനിക്കറിയാം. പക്ഷെ എന്നാലും നിങ്ങൾ പറയുന്ന പാട്ട് ഞാൻ മുഴുവനും ചെയ്യൂലേ. ഹായ് സുഫിയ ചേച്ചി, ഇന്നെന്താ കഴിച്ചത്? ഇതാണ് ഞാൻ കഴിച്ചത്, ഇത് മാത്രം. നെഗറ്റീവ് കമൻസ് വരുന്നുണ്ട്, സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. അതിൻ്റെ ആവശ്യമില്ല, ഞാൻ മൈൻഡ് ചെയ്യില്ല. എനിക്ക് നെഗറ്റീവ് കമൻ്റ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇത്രേ ഉള്ളൂ, ഞാൻ മൈൻഡ് ചെയ്യാറില്ല.
എന്നോട് ഈ കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അവരെന്നോട് ചോദിച്ചു, എല്ലാവരും പ്രതികരിക്കും നെഗറ്റീവ് കമൻറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ, ചേച്ചി പ്രതികരിക്കാതെ എപ്പോഴും തുടക്കം മുതൽ ഒടുക്കം വരെ എങ്ങനെയാണ് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചു. ഇന്ന് ജിമ്മിൽ പോയില്ലേ? ഇല്ല, ഇന്ന് ജിമ്മിൽ പോയില്ലേ, ഉറങ്ങിപ്പോയി, മടിയായിരുന്നു. നാളെ പോകണം. ഇന്നത്തെ സ്പെഷ്യലാണ് ഓറഞ്ച്. വീട് ഇടപ്പള്ളി. നല്ല മധുരയുടെ ഓറഞ്ച്. കുഞ്ഞിക്കുന്ന ഓറഞ്ച്. കുഞ്ഞി ഓറഞ്ച് കഴിച്ചു. ലേഡീസ് റൂമിൽ ഇനി എന്നാ വരുന്നെന്ന് പറയാൻ പറ്റൂല. സന്തോഷ് മണിയുടെ സിനിമയിലുണ്ട്. ആതിരയുടെ മകൾ അഞ്ജലി. ഇത്തിരി തരുമോ? പിന്നെന്താ, തരാമല്ലോ. നിങ്ങൾക്ക് തന്നില്ലെങ്കിൽ പിന്നെ ഞാൻ വേറെ ആർക്ക് തരും? നാരി കളഞ്ഞിട്ട് തരാം കേട്ടോ. കഴിച്ചോ, കഴിച്ചോ, എടുത്തോ, കിട്ടിയോ? ഷഫ്ന, ഹായ് ഷഫ്ന. പണ്ഡിറ്റ് നല്ല മനുഷ്യനാണോ? പിന്നെന്താ, നല്ല മനുഷ്യനാണ്, അടിപൊളിയാണ്. ഞാൻ വിളക്കുമരം ഷാപ്പിൽ വെച്ച് കണ്ടായിരുന്നു. ഹരികൃഷ്ണൻ. വിളക്കുമരം അതെവിടെയാ? ജെർലിൻ, ഹായ്. പിന്നെ എന്നോട് അവർ ചോദിച്ച ചോദ്യമാണ്, എൻ്റെ ലൈവിലാണ് എല്ലാവരും പേരെഴുതിയിടുന്നതെന്ന്. ഞാൻ എല്ലാവരും പേര് വിളിക്കുന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങളെല്ലാവരും പേരെഴുതി എനിക്കിടുന്നതെന്ന് എനിക്കറിയാം. എല്ലാവരും പോയി ഹിന്ദിക്കാരുടെ ലൈവിൽ ചെന്ന് കയറും. അവളുമാരെ മിണ്ടത്തുമില്ല, അവളുമാരൊന്നും ചെയ്യില്ല. അവളുമാരെവിടെയും ഇങ്ങനെ ചുരുണ്ട് കിടക്കുന്നേ കാണാം. നോക്കുമ്പോൾ എല്ലാവരും പോയി ഇങ്ങനെ ഇരിക്കുന്നേ കാണാം. ഇവിടെ ഞാൻ നല്ല ഫണ്ണി ആയിട്ട് വന്ന് എല്ലാവർക്കും റിപ്ലൈ തന്ന് എല്ലാവരോടും ചിരിച്ചു എഴുതി തമാശയായിട്ട് നിങ്ങളുടെ കാര്യങ്ങളോ എൻ്റെ കാര്യങ്ങളോ ഒക്കെ പറഞ്ഞ് ഞാൻ ചോദിച്ചിരുന്ന എന്നെ എല്ലാവരും തെറി. കിട്ടണം, എനിക്കിത് തന്നെ കിട്ടണം. കിട്ടിയില്ലെങ്കിലുള്ളൂ. കൊല്ലം കൂടെ വരുമ്പോൾ എന്തായാലും കാണാം. നിനക്കൊന്നും വേറെ പണിയില്ലേ? വന്നു എന്താ പറയുക, ചൊറിയണോ? ചൊറിയണം എന്നാണ് ഞാൻ പറയുന്നത്. ചൊറിയണം വന്നു, ചൊറിയണം. അതെ. രശ്മി നായരെ അറിയുമോ? അറിയാം. രശ്മി നായരെ ആർക്കും അറിയത്തില്ലാത്ത? പാട്ട് സൂപ്പർ. താങ്ക് യു. എൻ്റെ മെസ്സേജ് കാണാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ അയച്ചത്. എൻ്റെ പേര് മിലൻ. ഹായ് മിലൻ. ഡ്രസ്സ് എവിടെ നിന്നാണ് മേടിച്ചേ? മീഷോയിൽ നോക്കിയാൽ മതി, നല്ല ഡ്രസ്സാണ്. ഇതൊക്കെ ഒരു 2-3 പ്രാവശ്യമൊക്കെ ഇടാം കേട്ടോ. ഇത് അങ്ങനെ നമുക്ക് പല മോഡലിടും. ഇത് എങ്ങനെയൊക്കെ ഇടാം നമുക്കിത്, ഇങ്ങനെ പല മോഡലിടാം. ഇതിങ്ങനെ ഞാൻ ഒരു പെങ്കൊച്ചിൻ്റെ ഒരു ഇത് കണ്ടായിരുന്നു ഞാനേ. അപ്പം അത് കണ്ടിട്ടാണ് ഞാനിത് എടുത്തത്. ആ കൊച്ചി ഇങ്ങനെയാണ് അതിന് ഇട്ടേക്കുന്നത്. കൊള്ളാല്ലേ? സാരി കൊടുക്കട്ടെ എന്ന് വിചാരിച്ചാ, പിന്നെ ചൂടായതുകൊണ്ട് വേണമെന്ന് വെച്ചു. സൈദ, ഹലോ സൈദ, ഹായ്. സൂപ്പർ വീഡിയോസ് ആണ്, ലവ് യു. താങ്ക് യു. ഇത് പൊളി ലുക്ക് അല്ല പിന്നെ നമ്മളോടാ കളി. കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൂരു വാഴണ പെണ്ണാള്, കൊടുവാളെടുത്ത് ചുടുതാരികച്ചോലയിൽ നീരാട്. ഏഴിമല പൂഞ്ചോല പാടാൻ ആരോ പറഞ്ഞിട്ടുണ്ടല്ലോ. ഉടുപ്പിൻ്റെ പുറകിൽ ഡിസൈൻ ഉണ്ടോ? ഇല്ല, ഇങ്ങനെ തന്നെയാണ്. ഫ്രണ്ട് ബാക്കൊക്കെ ഒരുപോലെയാ. ഏഴിമല പൂഞ്ചോല ഹമാമനിക്കും മണിമാല, ആ പൊന്മാല, ഹേ പൊന്മാല, പുത്തഞ്ഞാറ്റുവേല, കൊഞ്ചടി 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 ഞാറ്റുമുത്ത്. ഇനി ഓറഞ്ച് ഒന്നിനും കൊള്ളൂല, മുഖത്തൊക്കെ ഇട്ട് ഒരച്ച്. ഈ ഓറഞ്ചിൻ്റെ തൊലി ഫേസിൽ തേക്കാൻ നല്ലതാണെന്ന് ആൾക്കൊക്കെ അറിയാം. ഉല്ലു വെബ് സീരീസിനെ പറ്റി അറിയാമോ? കേട്ടിട്ടുണ്ട്, എനിക്കറിയില്ല. എന്നോട് ആരോ ഉല്ലൂനകത്ത് അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഉല്ലൂനകത്ത് പിന്നെ അതുപോലെ എന്താ യസ്മ വെബ് സീരീസിലൊക്കെ അഭിനയിക്കാൻ താല്പര്യം ഉണ്ടെന്നും പറഞ്ഞ് എനിക്ക് മെസ്സേജൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. ലച്ചുവിൻ്റെ ആൻറ്റിക്കൊരു ഹായ്. ലച്ചുവിൻ്റെ ആൻറ്റി
ലിഫ്റ്റിക്ക് ഇട്ടിട്ടുണ്ടോ? ഇല്ല, ഇട്ടിട്ടില്ല. കണ്ടോ, ഇട്ടിട്ടില്ല. അടിപൊളി ചേച്ചി, സൂപ്പറാ. താങ്ക് യു ചേച്ചി. നല്ല വെളുത്തതാണ്. അതെ, ഞാൻ നല്ല വെളുത്തതാണ്. ഞാൻ പോകുന്നു, എനിക്കിതൊന്നും കണ്ടു നിൽക്കാൻ വയ്യേ. അയ്യോ അയ്യോ അയ്യോ. എനിക്കറിയാം. അതെ, നിങ്ങൾ പറ, ഞാൻ പോകണോ യെസ്മേൽ അഭിനയിക്കാൻ? നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ ചെയ്യും. ഉള്ളു വെബ് സീരീസിൽ അഭിനയിക്കാൻ പോകണോ, യെസ്മേൽ അഭിനയിക്കാൻ പോകണോ എന്ന് നിങ്ങൾ പറ ഗൈസ്, പറ. അടുത്ത ലൈവ് നിമിഷേച്ചി കണ്ണിൻ്റെ മുകളിൽ മാത്രം ഐ കില്ലർ ഇട്ടിട്ട് വരുമോ? പിന്നെന്താ, ഉറപ്പായും വരാം മുത്തുമണി, ഉറപ്പായും. കുഞ്ഞിക്ക് വേണ്ടി അടുത്ത പ്രാവശ്യം ഞാൻ കണ്ണിൻ്റെ മുകളിൽ മാത്രം ഐലൈനർ ഇട്ട് വരും. ജയകൃഷ്ണൻ ചേട്ടോ, എന്താണ് വിശേഷങ്ങളൊക്കെ? സുഖമാണോ? അയ്യോ, നമ്മുടെ ഡ്രസ്സ് പോയി. ആ ഡ്രസ്സിൻ്റെ ഭംഗി പോയി പൊളിക്കാനോ? അപ്പോൾ നിങ്ങൾക്ക് എന്നെ യെസ്മയിൽ കാണുമല്ലേ? പോണമെന്ന്. യസ്മ. ഓഹോ ഓഹോ ഓഹോ. അപ്പം എല്ലാവർക്കും അറിയാം യസ്മയെ പറ്റി. പാവം ഞാൻ. യസ്മ അടിപൊളി. ഓഹോ, അപ്പം എല്ലാവർക്കും ഇഷ്ടമാണല്ലേ യസ്മയൊക്കെ? എന്തുവാടേ ഇത്? പൊക്കോളെ, 2 പ്രാവശ്യം പൊക്കോളെ. ഏച്ചി പൊളിയാ. വേണ്ട, അഭിനയിക്കേണ്ട, ഇങ്ങനെയൊക്കെ പോയാൽ മതി. അതാണ്. മണിച്ചേട്ടൻ പാടിയ ഒരു പാട്ട് പാടും. മണിച്ചേട്ടൻ പാടിയ എന്ത് കുത്തി. IPL കഴിഞ്ഞു ഗൈസ്. IPL കഴിഞ്ഞു. ആരാ ജയിച്ചതെന്ന് പറയാമോ? നിങ്ങൾ പറ, ആരാ ജയിച്ചതെന്ന്. മുനീർ മണിച്ചേട്ടൻ്റെ പാട്ട് പാടാൻ പറഞ്ഞിട്ടുണ്ട്. ചേച്ചി പോയാൽ പൊളിക്കും. യെസ്മേൽ പോണോ ഉള്ളൂൽ പോണോ? പറ. പോയി ചത്തൂടെ? ഈ ഒന്നും സമയമില്ല, നാളെ പോട്ടോ. യു ആർ ജീനിയസ്. ഈ ഞനവന്മാരെ വെച്ച് ക്യാഷ് ഉണ്ടാക്കുക. ചേച്ചിയെ പറ്റി തെറിത്താത്ത വീഡിയോ ഇട്ട്. അത് ആരാടേ ഈ തെറിത്താത്ത? ആരാടേ അത് വീഡിയോ ഇട്ട് എന്നെ പറ്റി? എന്നിട്ട് എനിക്ക് അതിൻ്റെ റീച്ചൊന്നും കണ്ടില്ലല്ലോ. പുള്ളിക്കാരിക്ക് നല്ല റീച്ച് കിട്ടി കാണൂല്ലേ? ആരെങ്കിലൊക്കെ ജീവിച്ചു പോട്ടേ. ആരെങ്കിലുമൊക്കെ നമ്മളെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞ് നമ്മളെന്തിനാണ് മൈൻഡ് ചെയ്യാൻ നിൽക്കുന്നത്? നമ്മളിതൊക്കെ ഒരു സൈഡിൽ നിന്ന്, ഒരു കണ്ണിൽ നിന്ന് കണ്ട് മറ്റേ കണ്ണിൽ കൂടെ അതിങ്ങനെ ഒരു ചെവി കേട്ട് മറ്റേ ചെവി കൂടെ അതിങ്ങനെ എന്ന് പറഞ്ഞ് ഊതി വിടുക. ആരെങ്കിലും എന്തൊക്കെ ചെയ്ത് ജീവിക്കട്ടെ. ആ ചേച്ചിക്ക് എന്തായാലും റീച്ച് ഉണ്ടാവത്തില്ല. അതുകൊണ്ടായിരിക്കും ആ ചേച്ചി എൻ്റെ വീഡിയോ ഇട്ട് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ചേച്ചിക്ക് നല്ല റീച്ച് കിട്ടി കാണുമല്ലോ. പിന്നെ ആ ചേച്ചിയുടെ കുറച്ച് ശിങ്കിടികളും പോയി കാണും തെറി വിളിക്കാൻ വേണ്ടി. ഇന്നാൾ ആരോ എൻ്റെ വീഡിയോ എന്തോ എടുത്തിട്ടിട്ടായിരുന്നു. ഞാൻ അതിൻ്റെ അടിയിൽ പോയി താങ്ക്സ് താത്താന്നോ ഇത്താന്നോ അങ്ങനെ എന്തോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ. യെസ്മേ പോന്ന് പറഞ്ഞിട്ട് എല്ലാവരും സപ്പോർട്ട്. എനിക്ക് വയ്യ. ഫോർ യു. സഫ്നയ്ക്ക് ഒരു ഹായ് പറയൂ. അവൾ മെസ്സേജ് ഇട്ട് മടുത്തു. ഹായ് സഫ്ന. ഹലോ സഫ്ന മോളെ. കണ്ടില്ലടോ, അതാണ് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അതാണ് കേട്ടോ. ആരെങ്കിലും എന്തെങ്കിലും വീഡിയോ ചെയ്യട്ടെ. മുത്തുമോളെ ഉമ്മ തെറുത്താത്ത. ഈ തെറുത്താത്ത ആരുടെ? ഞാൻ പോലും കണ്ടിട്ടില്ലല്ലോ അവരുടെ വീഡിയോ ഒന്നും. തെറുത്താത്ത നല്ല പേരാ. എന്തായാലും ഇപ്പം തന്നെ നിലവാരം മനസ്സിലായല്ലോ. ആരെങ്കിലും രക്ഷിക്കട്ടെ, ആരെങ്കിലൊക്കെ ജീവിക്കട്ടെ. നമ്മൾ എന്തിനാണ് അവരെയൊക്കെ പുറകെ പോകുന്നത്? ആരെങ്കിലൊക്കെ വീഡിയോ എടുത്തിട്ട് ജീവിച്ച് അവർ കാശുണ്ടാക്കട്ടെന്ന്. എന്തിനാണ് നമ്മൾ അവരെ പുറകെ പോകുന്നത്? എന്നാലും ആരാടെ ഈ തെറുത്തത്? യെസ്മേന്ന് വിളി വന്നായിരുന്നു. പിന്നെ എപ്പോഴേ വന്നു. എനിക്ക് തോന്നുന്നു 1 വർഷം കണ്ടായി തോന്നുന്നു എന്നെ വിളിച്ചിട്ട്. ഉളു വെബ് സീരീസിൽ നിന്ന് വിളിച്ചു, യെസ്മേന്ന് വിളിച്ചു. ലുക്ക് ചിരിയാന്ന്. എനിക്ക് വയ്യ. എനിക്കൊരു ഉമ്മ തരുമോ? ചേച്ചി കൊള്ളാം. പൊന്നു. താങ്ക് യു പൊന്നു.
ട്രിവാൻഡ്രത്തല്ല ഞാനുള്ളത്, ഞാൻ ഇടപ്പള്ളി കൊച്ചി. ഞാൻ പോയി സെർച്ച് ചെയ്തിട്ട് വരാം ചേച്ചി. ഓക്കെ, പോയിട്ട് വാ. അയ്യോ അയ്യോ, എസ്മേലോ ഞാൻ പോണില്ലടേ, എനിക്കിതൊക്കെ ഇഷ്ടം. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തങ്ങ് ജീവിച്ചു പോകണം. ഇന്നത്തെ ചർച്ചാ വിഷയം അന്താരാഷ്ട്ര വിഷയമാണ്. ഞാൻ യെസ്മയിൽ പോണോ വേണ്ടയോ, പിന്നെ ആറാട്ടനോട് നിമിഷ ബിജോ ഐ ലവ് യു പറയുമോ ഇല്ലയോ, ഇതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം. അയ്യോ, മണിച്ചേട്ടൻ്റെ പാട്ട് പാടാൻ പറയും നമ്മുടെ മുനീർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം മുനീറിന് വേണ്ടി മണിച്ചേട്ടൻ്റെ പാട്ട്. ചടക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ, ചെമ്പല്ലികാരി മീൻ ചെമ്മീന് പെണ്ണിൻ്റെ കൊട്ടിൽ നെയ്യുള്ള പിടയ്ക്കണ മീനാണേ. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ, ചെമ്പല്ലികാരി മീൻ ചെമ്മീന് പെണ്ണിൻ്റെ കൊട്ടിൽ നെയ്യുള്ള പിടയ്ക്കണ മീനാണേ. ഓക്കെ, അതാണ് മണിച്ചേട്ടൻ്റെ പാട്ട്. സൂപ്പർ സൂപ്പർ, താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു. രാമൻ, ഹായ് രാമൻ ചേട്ടാ, ഹായ് വാ, അടിപൊളി പാട്ട്. ഷോ, എനിക്ക് വയ്യ. മത്സരം നേരിൽ കണ്ടിട്ടുണ്ടോ? ഇല്ലടേ, സത്യമായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, പക്ഷേ കാണാൻ പറ്റില്ല. ഇടപ്പള്ളിയിലെ ഗണപതിനെ അറിയാവോന്നു? ഇല്ലല്ലോ, എനിക്കറിയില്ല. ചേച്ചി ഓവറാണ്. ഓവറായാലും എല്ലാവരും നമ്മളെ ശ്രദ്ധിക്കൂടെ? ലിഫ്റ്റ് കിട്ടില്ലേ? ഇന്നിട്ടില്ല. എൻ്റെ പേര് ശ്രേയ, എനിക്കൊരു ഹായ് തരുമോ? ഹായ് ശ്രേയ, സൂപ്പർ പാട്ട്. വളക്കിളിക്കണ കുഞ്ഞോളെ, ചിരി പൊഴിക്കണ മുത്തോളെ, വരിയരയിൽ പൂത്തുതിക്കണ പെണ്ണാണേ, തനിച്ചിരിക്കണ നേരത്ത് അടുത്തു വന്നവളാരാണ്, വഴിയരയിലെ ചുന്തക്കരിയമെന്താണ്? ചേച്ചി നല്ല ലുക്കാണ്. താങ്ക് യു താങ്ക് യു താങ്ക് യു. വാട്ട് എ ലുക്ക്, ഓഫ് വാട്ട് എ ലുക്ക്. സിനിമയിൽ പാടാൻ അവസരം കിട്ടിയാൽ പാടാൻ പോകുമോ? വേണ്ട, ഞാൻ പാടാൻ പോകില്ല. കാരണം എന്താണെന്നറിയോ, നമ്മുടെ ചിത്ര ചേച്ചിയും സുജാത ചേച്ചിയൊക്കെ സൈലൻ്റായിട്ട് പാടി ജീവിച്ച് പോകുന്നുണ്ട്. ഞാൻ പോയി കഴിഞ്ഞാൽ വെറുതെ തന്നെ അവരുടെ അവസരം കളയുന്നത്. അതുകൊണ്ട് ഞാൻ പോകുന്നില്ല. ആ പാട്ട് മൊത്തം എൻ്റെ തലയിലാക്കി. പിന്നെ എനിക്ക് വയ്യ, എനിക്ക് ഇപ്പം തന്നെ സമയമില്ല, എനിക്ക് വയ്യ. ഓഫ്, മടുത്ത് ഞാൻ മണിച്ചേട്ടനെ നേരിട്ട് കണ്ട് സംസാരിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഓ മൈ ഗോഡ്, ഏറ്റവും വലിയ ഭാഗ്യമാണ് കേട്ടോ. ചേച്ചിനെ കാണണമെന്നുണ്ട്. ഗിരിജക്കുട്ടി, നമുക്ക് കാണാലോ. കൽപ്പന ചേച്ചിയുടെ സൗണ്ട് പോലെ ഉണ്ടെന്ന്. അതെല്ലാവരും പറയാറുണ്ട്. തലയൊന്ന് ഫോണിൽ മുട്ടിക്കുവോ? ഓഹ്, മുട്ടൂലടേ. ശ്രേയക്കൊരു ഹായ് കൊടുക്ക്. ഹായ് ശ്രേയ. ടാറ്റു അടിക്കാറില്ലേ? ടാറ്റു അടിച്ചിട്ടുണ്ടല്ലോ കാലില്. നിമിഷ പ്രിൻസസ്. ഓഹ്, എനിക്ക് വയ്യ, എന്നെ അങ്ങോട്ട് കൊല്ലി. നാളെ ഒരു മുസ്ലിം വേഷത്തിൽ വരുമോ? അടിപൊളി, നോക്കാം, നമുക്ക് നോക്കാം. ഇല്ല എൻ്റെ അങ്ങനത്തെ വേഷം, അതാണ് ഞാൻ ഇങ്ങനെ അടിപൊളി എന്ന് പറഞ്ഞത്. മുസ്ലിം വേഷം. ഏതെങ്കിലും ചുരിദാർ ഇട്ടിട്ട് തട്ട വിട്ട് വന്നാൽ പോരെ? ഓക്കെ, നമുക്ക് നോക്കാം കേട്ടാ. ബർത്ത്ഡേ മിസ്. എൻ്റെ ബർത്ത്ഡേ അല്ല, എനിക്ക് ബർത്ത്ഡേ ഇല്ല. പാട്ട് കേട്ട് ഞാൻ തുള്ളിയില്ലേ? അമ്മ എന്താടി നീ വീണോന്ന്? അയ്യോ, നിനക്ക് പല്ലില്ലേ? കാളുവ പല്ലില്ലാത്ത പോലെ ഉണ്ടെന്ന്. ഇല്ലടേ, മൊത്തം വെപ്പുവല്ല. കണ്ടാ, 90 വയസ്സായി. വെപ്പൊരു സെറ്റ് വല്ലൊക്കെ വെച്ചിട്ട് വന്നേക്കണതാ. കണ്ടുപിടിച്ച് കൊച്ചു കള്ളൻ. ടീമുമായിട്ട് അഭിനയിച്ചിട്ടുണ്ടോ? ഇല്ല, റീൽസ് എടുത്തിട്ടുണ്ട്. ചേച്ചി റിപ്ലൈസ് ഒക്കെ സൂപ്പർ. താങ്ക് യു. ടീമൊക്കെ നമ്മുടെ ചങ്കാണ്, ചങ്ക്. ചേച്ചിയുടെ ഡ്രസ്സ് പൊളി. ടാങ്കു സോ മച്ച്. പെണ്ണേ പേടമാനെ, പേടിച്ചോടും പുള്ളിമാനെ, നാണം പൂത്ത കവിളിലെ പുഞ്ചിരിപ്പാൽ നിന്റെ ചുണ്ടില്, കാമുകനെ കണ്ട നേരം കളം വരയ്ക്കണ്, നഖം കടിക്കണ്, കണ്ണുണ്ടും പറയണതെന്താണ് എൻ കള്ളമാനെ, കിന്നാരം പറയണതെന്താണ്? ഓറഞ്ച് മാറ്റുമോ? അയ്യോ, മാറ്റി.
മുസ്ലിം നോ സൂപ്പർ വീഡിയോ. മുസ്ലിം നോന്നോ? ചേച്ചി സൂപ്പർ, താങ്ക് യു. ചേച്ചിനെ ആർക്കും തോൽപ്പിക്കാനാവില്ല, ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ. ചുമ്മാ ഇരിക്കാതെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ഓറഞ്ചൊക്കെ കഴിച്ചുകൊണ്ടിരിക്കാൻ. ഓക്കെ, കഴിക്കാം. അത് നല്ലൊരു പോയിന്റാണ്. ഒരു ഡാൻസ് സ്റ്റെപ്പ് കാണിക്കാവോ? ഞാൻ പഠിച്ചിട്ട് കാണിച്ചാൽ പോരെ? ഞാൻ എല്ലാ പാട്ടിനും ഒരേ സ്റ്റെപ്പ് ഇട്ട് മടുത്ത്. എനിക്ക് അങ്ങനെ വലുതായിട്ടൊന്നും ഡാൻസ് ഒന്നും കളിക്കാൻ അറിയില്ലടി. ഞാൻ പഠിച്ചിട്ടുണ്ട്, ക്ലാസിക്കലാണ് പഠിച്ചേക്കുന്നത്. അതും എനിക്ക് ഫുള്ളൊന്നും ആക്കാൻ പറ്റില്ല. എല്ലാം കുറച്ച് കയ്യിലുണ്ട്. അതൊക്കെ വെച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാ പാട്ടിനും ഒരേ സ്റ്റെപ്പ് കളിക്കുന്ന ആദ്യത്തെ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് ഞാനായിരിക്കും. നെല്ല് കൊയ്യുന്നത് കാണിക്കുമെന്നോ? നെല്ല് കൊയ്യുന്നത് എടുക്കാൻ വേണ്ടി ഞാൻ ഇനി എവിടെ പോകണം? ഷാപ്പിൽ വന്നപ്പോൾ പണ്ട് ചേച്ചിനെ കണ്ടായിരുന്നു. ഓക്കെ, എന്തിനാ മാറ് കാണിക്കുന്നു? മാറുണ്ടായിട്ട് വിൽ യു മാരി മീ? ഷോ, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഓറഞ്ചിന്റെ തൊലി കളയരുത്, സത്താണ്. ഇതല്ലേ, ഈ തൊലിയല്ലേ? പക്ഷെ ഇതെങ്ങനെ കഴിക്കാൻ പറ്റും ഇത് കളഞ്ഞില്ലെങ്കിൽ? എൻ്റെ ഇഷ്ടപ്പെട്ട ഫ്രൂട്ട് ഏത്തപ്പഴം. എനിക്കിഷ്ടമാണ് ഏത്തപ്പഴം. നന്ദകിഷോർ വീണ്ടും 40 രൂപ തന്നിരിക്കുന്നു ഗൈസ്. മൈ ഗോഡ്. അപ്പൊ ഇതുകൂടി എന്തായാലും കഴിക്കാല്ലേ? ഓറഞ്ച് അല്ലേ? ജീവിതം എങ്ങനെ പോകുന്നു? ഒന്നും പറയണ്ടേ, അങ്ങ് പോകുന്നു. വലിയ കുഴപ്പമൊന്നുമില്ല. അതെങ്ങനെ? ഫസ്റ്റ് കിസ് തന്നത് ആരാണെന്നല്ലേ? ഫസ്റ്റ് കിസ് എനിക്ക് തന്നത്, പേര് പറയില്ല. ഞാൻ പേര് പറയില്ല, തുപ്പിക്കാണിക്കാന്നൊക്കെ. പേര് പറഞ്ഞാൽ അത് ശരിയാവില്ല, അതുകൊണ്ടാണ്. ഫസ്റ്റ് കേസ് തന്ന ആരാന്ന്? അതെനിക്കും വിഷമം വരും, ആ കേൾക്കുന്ന അദ്ദേഹത്തിനും വിഷമം വരും. നല്ലൊരു ചോദ്യമായിരുന്നു. എനിക്കത് പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അത് മോശമല്ലേ? പറയുന്നത് മോശമല്ലേ? പറയണോ? ഫസ്റ്റ് കിസ് എനിക്ക് തന്നത് എൻ്റെ അറിവിൽ ആരായിരിക്കും? ഫസ്റ്റ് കിസ് തന്നത് അമ്മയാന്ന് തോന്നുന്നു. ഫസ്റ്റ് കിസ് തന്നത് കേട്ടോ, എൻ്റെ അമ്മയാണ് എനിക്ക് ഫസ്റ്റ് കിസ് തന്നത്. പിന്നെ അമ്മൂമ്മയാവാൻ സാധ്യതയുണ്ട്, പിന്നെ അച്ഛൻ ആയിരിക്കും. അതെ, ഫസ്റ്റ് കിസ് തന്നത് അമ്മ. അതെ, അപ്പം എല്ലാവരും അമ്മ അമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്കിൽ ആരോ നിൽക്കുന്നു. അതെ, ബാക്കിൽ നിൽക്കുന്നത് പ്രേതം. പിന്നെ നിമിഷാസ് ലവർ എന്ന് വിനയപൂർവ്വം രഞ്ജിത്ത് ബാബു വെള്ളൂന്നി. ഹായ് രഞ്ജിത്ത് ഏട്ടാ, താങ്ക് യു സോ മച്ച്. ഫാമിലി സുഖമായിട്ടിരിക്കുന്നു. ഇത് വേറെ ആരോ ആണ് യൂസ് ചെയ്യുന്നത്. എന്ത്? നല്ല മധുരം ഓറഞ്ച്. കാശ് കൊടുത്ത് വാങ്ങാൻ പറ്റിയ സാധനം എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? ലൈവിലുള്ള ആൾക്കാരോട് അതെന്താണ് നിമിഷ? എന്നോടും ചോദിക്കുന്നുണ്ട്, നിങ്ങളോടും ചോദിക്കുന്നുണ്ട്. കാശ് കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന സാധനം എന്താണ്? പോലീസ് ഒന്ന് കാണിക്കുമോ പ്ലീസ്? നിങ്ങളോടാണ് ചോദിക്കുന്നത്, നിങ്ങൾ പറ ഉത്തരം. ഈ ഡ്രസ്സ് വാങ്ങിച്ചത് മീശോ. അറിയില്ല. ഓറഞ്ചോ? കാശ് കൊടുത്ത് വാങ്ങാൻ പറ്റിയ സാധനം ഓറഞ്ചാണ്. ഇത് ഞാൻ നിങ്ങളുടെ ഫേസിലേക്ക് ഞെക്കട്ടെ? ഈ കുരുത്തക്കേടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ നിങ്ങൾ എൻ്റെ അടുത്തില്ലാത്തത് ഭാഗ്യം. നിങ്ങളുടെ ജാക്ക് വരച്ച ഫോട്ടോ, അതെനിക്ക് ഇടണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. ഫുൾ ഫോട്ടോ അതിൻ്റെ ഇടണോ? പോസ്റ്റ് ചെയ്യണോ? പോസ്റ്റ് ചെയ്യണമെങ്കിൽ പോസ്റ്റ് ചെയ്യാം. ലോകത്തിലെ ഇഷ്ടമില്ലാത്തൊരു പേഴ്സൺ ആര്? എൻ്റെ ലൈഫിലെയാണോ? എൻ്റെ ലൈഫിലെ ഇഷ്ടമില്ലാത്ത പേഴ്സൺ ആണോ?
എൻ്റെ ലൈഫിൽ അങ്ങനെ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരുമില്ല. ഒരുപാട് ഇഷ്ടമുള്ളവരും ഇല്ല, ഇഷ്ടമില്ലാത്തവരും ഇല്ല. എൻ്റെ ഹാപ്പി ബർത്ത്ഡേ അല്ല, എല്ലാ സാധനവും കാശ് കൊടുത്തിട്ടല്ലേ മേടിക്കുന്നതെന്ന്. കുക്കുവിനൊരു ഹായ് പറയുമ്പോൾ ഹായ് കുക്കു. ഒരു പാവം പയ്യനോട് എടുത്തിട്ട് അലക്കിയല്ലേ, പോലീസിന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. നിന്നെ പോലീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. നാട് എവിടെയാണ്? ചാലക്കുടി നാട്. ചേച്ചിക്ക് ഇപ്പോഴും ലവർ ഉണ്ടോ? ഉണ്ട് ഉണ്ട്, അതുണ്ട്. ആദ്യത്തെ വൈറൽ വീഡിയോ ഏതാ? ആദ്യത്തെ വൈറൽ വീഡിയോ എൻ്റെ ഒന്ന് വൈറലായേക്കുന്നത് കുറേ നാളെ മുന്നേ ചെയ്ത ഒരു കുളിക്കുന്ന വീഡിയോ, ഇങ്ങനെ കച്ചി കൊടുത്ത് കുളിക്കുന്ന വീഡിയോ ആണ് വൈറലായേക്കുന്നത്. പിന്നെ ആയേക്കുന്നത് പള്ളിയോടം, വള്ളത്തിൽ കയറി അറിയാതെ ചെയ്ത തെറ്റിന് പഴി കേൾക്കേണ്ടി വന്ന പള്ളിയോടം. പിന്നെ ആയേക്കുന്നത് പുലികളി, തൃശ്ശൂർ പുലികളി. മെലഡി എന്താ എത്ര ചോക്ലേറ്റ് ആയത് എന്ന് ചോദിച്ചാൽ മെലഡിയോട് ചോദിക്കണം, എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. അയ്യോ അയ്യോ, എന്തൊക്കെ ചോദ്യപാടേ ചോദിക്കുന്നത്. എവിടെ പോകാനാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്? ചാലക്കുടിയിൽ കുറ്റിച്ചിറ. എവിടെ പോകാനാണ് ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് പോകാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം തായ്ലൻഡ് പോകണമെന്ന് ആഗ്രഹമുണ്ട്, അമേരിക്കയ്ക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്, മസനഗുഡി വഴി ഊട്ടിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്, നെല്ലിയാമ്പതിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഒക്കെ ആഗ്രഹങ്ങളായിരിക്കും, ഭയങ്കര ആഗ്രഹങ്ങളായിരിക്കും. എന്താണ് കഴിക്കുന്നത്? ORANJE, ഓറഞ്ച്. ചേച്ചിയുടെ ഉണ്ടക്കണ്ണ് കാണാൻ സൂപ്പറാണ്. താങ്ക് യു താങ്ക് യു. സുഖമാണ് സുഖമാണ് സുഖമാണ്. ജീവിതത്തിൽ ഏറ്റവും സന്തോഷിച്ച സംഭവം ഏതാണ്? ഇഷ്ടപ്പെട്ട സിനിമ റിവ്യൂവർ ആരാണ്? ഇഷ്ടപ്പെട്ട സിനിമ റിവ്യൂവർ എന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ ആരെയും ഇഷ്ടമൊന്നുമില്ല. ജീവിതത്തിൽ ഏറ്റവും സന്തോഷിച്ചത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഞാനൊരു അമ്മയായപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. നിമിഷ ബിജോ പ്ലീസ് റിപ്ലൈ മീ, പറയൂ. തായ്ലൻഡിലേക്ക് വരുന്നോ? വരണം വരണം. ഗുഡ് നൈറ്റ് ചേച്ചി, എല്ലാ ആഗ്രഹവും നടക്കട്ടെ. താങ്ക് യു. 5 പ്രാവശ്യം കഷ്ടപ്പെട്ട് ടൈപ്പ് ചെയ്ത് അയച്ച മെസ്സേജ് അവസാന നിമിഷം വായിച്ചതിന് പകുതി മാത്രം എന്ന് സങ്കടത്തോടെ രഞ്ജിത്ത് ബാബു വെള്ളൂന്നി. അയ്യോ, ബാക്കി എന്തായിരുന്നു ചേട്ടാ? പെട്ടെന്ന് വായിച്ചതുകൊണ്ട് കണ്ടില്ല, അതായിരിക്കും. ഞാൻ അവിടെ കലാഭവൻ മണി പാർക്കിൽ വരാറുണ്ട്. ആണോ? ഹാ ഓക്കെ. ആടുജീവിതം കണ്ടില്ല. ഒരു മിമിക്രി കാണിക്കാമോ? എനിക്ക് മിമിക്രി അറിയില്ല. സത്യഭാമയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതാണ് പറയാനുള്ളത്. പാലക്കാട് വായോ, നെല്ലിയാമ്പതിക്ക് ഞാൻ കൊണ്ടുപോകാം. ഓക്കെ, സെറ്റ്. നിമിഷ ബിച്ചോ വിൽ ബി പോസിറ്റീവ്. 10 മിനിറ്റ് ശ്വാസം അടക്കി പിടിക്കുമോ? ചത്തുപോവോടെ. മക്കൾ എവിടെയെന്ന് ചോദിച്ചാൽ എൻ്റെ വീട്ടിലാണ്. ഭർത്താവ് എവിടെയെന്ന് ചോദിച്ചാൽ ഭർത്താവ് ജോലിക്ക് പോയിട്ട് വന്നിട്ടില്ല. മക്കൾ പേഴ്സണലി ഉള്ള കാര്യങ്ങൾ പറയാൻ എനിക്ക് താല്പര്യമില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. മാഡം ഏത് സ്റ്റേഷനിലാണ് ജോലി ചെയ്യുന്നത്? അങ്ങോട്ട് ഒരു പെറ്റി കേസ് അടിച്ച് വരാനാണ്. ചേച്ചിയുടെ ഡ്രസ്സ് കൊള്ളാം, ഇപ്പോട്ടെ ഡ്രസ്സും കൊള്ളാം, എല്ലാം കൊള്ളാം. ഭർത്താവിനെയൊക്കെ തേച്ച് ഭർത്താവിനെ തേച്ചു. നമുക്കിങ്ങനെ പാറി പറന്ന് നടക്കണോടെ, അല്ലാതെ നമുക്ക് നമ്മുടെ ലൈഫൊന്നും സെറ്റ് ആവത്തില്ല. അപ്പം അതിൽ ഭർത്താവൊക്കെ തടസ്സം നിന്ന് നമ്മൾ എന്ന് പറയും, തേച്ച്. എന്നോടൊരു ഐ ലവ് യു പറയുമോ? പിന്നെന്താ, ഫ്രീ ആണ്, ഫ്രീ ഗേൾ അല്ലേ ഇപ്പം ഐ ലവ് യു പറയാലോ ആരോട് വേണമെങ്കിലും. ഹായ് ചേച്ചി. നിഖിൽ, ഹായ് നിഖിൽ. പത്ത് മിനിറ്റ് ശ്വാസം അടക്കി പിടിച്ച് ഞാൻ വഴിയാവൂലേ? എനിക്ക് ജോബ്, യൂട്യൂബറാണ്, സീരിയൽ ചെയ്യുന്നുണ്ട്, മൂവി ചെയ്യുന്നുണ്ട്. അട്ടപ്പാടിയിൽ വരുമ്പോൾ ഒന്ന് വിളിക്കുമോ? ഞാൻ അട്ടപ്പാടി സൈലന്റ് വാലിയാണ് വീട്. അട്ടപ്പാടി അഗളിയൊക്കെ അറിയാമോ? ഇവിടെ വരുമ്പോൾ കാട്ടാനയോട് സൂക്ഷിക്കണം. വരുമ്പോൾ ഒന്ന് വിളിക്കണം കേട്ടോ. റിൻഷീദ്, എനിക്കൊന്ന് കോൺടാക്ട് നമ്പർ ഇട്ട് തരൂ. ഞാൻ വരുന്നുണ്ട് അഗളി അട്ടപ്പാടിയിലൊക്കെ, അടുത്ത ആഴ്ച വരുന്നുണ്ട്. എനിക്ക് സൈലന്റ് വാലിക്ക് പോകണമെന്നൊരാഗ്രഹമുണ്ട്.
അപ്പോൾ ഞാൻ ഫാമിലിയായിട്ട് വരണമെന്നാണ് വിചാരിക്കുന്നത്. സ്ഥലം ചാലക്കുടി. അത് എൻ്റെ മനസ്സിലേക്ക് വരുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലേക്ക് വരുന്നത് എന്താണെന്ന് അറിയാം. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചുവപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടു ഞാൻ. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചുവപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. അതെ. അയ്യോ, ദയവ് ചെയ്ത് പാർട്ടിക്കാരി എന്നോട് ചോദിക്കരുത് പിണറായി നല്ലവനാണോ എന്നൊക്കെ ചോദിക്കരുത്. ഞാൻ അങ്ങനെയൊന്നും പറയുന്ന ആളല്ല. എനിക്കതൊന്നും പറയാൻ താല്പര്യമില്ല. ഞാൻ എൻ്റെ ലൈഫിന് വേണ്ടി എനിക്ക് വേണ്ടി ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് വെറുതെ പാർട്ടിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വെറുതെ എന്തിനാണ്? ഞാൻ വോട്ട് പോലും ചെയ്യാൻ പോകുന്ന ഒരാളല്ല. അപ്പോൾ അതൊന്നും എന്നോട് ചോദിക്കേണ്ട കാര്യങ്ങളല്ല. ഞാൻ എത്ര വോട്ട് ചെയ്തെന്ന് പറഞ്ഞാലും ആര് ജയിച്ചെന്ന് പറഞ്ഞാലും നമ്മൾ കഷ്ടപ്പാട് പെട്ടാൽ മാത്രമേ നമുക്ക് നമ്മുടെ കുടുംബത്തിന് ഉണ്ടാവുള്ളൂ, നമുക്കും ഉണ്ടാവുകയുള്ളൂ. അല്ലേ? ശരിയല്ലേ? ഒരാളും നമുക്ക് കൊണ്ടുതരാനില്ല. ഉണ്ടോ? ഇല്ല. അപ്പം നമ്മൾക്ക് ആയുസ്സുള്ളിടത്തേയും കാലം നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ ജീവിച്ച് വല്ലതൊക്കെ ഉണ്ടാക്കി പെറുക്കി വെച്ചാൽ കുറച്ച് നേരം കഴിയുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്കിരുന്ന് കഴിക്കാം. വയസ്സും പ്രായമൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ ഒരാളും നമ്മളെ നോക്കാനുണ്ടാവില്ല. ശരിയല്ലേ? അതാണ്. അപ്പം ഞാൻ ഇനി ഉറങ്ങാൻ പോകുന്നു ഗൈസ്. നമുക്ക് നാളെ കാണാം. അറിയാതെയും ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? അത് ആഗ്രഹിച്ചത് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് എന്തായിരുന്നു? ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച് നല്ലൊരു മൂവി ചെയ്യണം തന്നെയായിരുന്നു കേട്ടോ. നല്ലൊരു ആർട്ടിസ്റ്റ് വാല്യുള്ള മൂവി ചെയ്യണം തന്നെയായിരുന്നു. ആ ആഗ്രഹം സാധിക്കാൻ വേണ്ടി പോവാണ്. ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. സിനിമാ നടി ആവണമെന്നൊന്നും എൻ്റെ ലൈഫിലേ ഇല്ലായിരുന്നു. അതെങ്ങനെയൊക്കെയോ അങ്ങ് ആയിപ്പോയി. കൊറോണയാണ് നമുക്കിതിനെല്ലാം സപ്പോർട്ട് ചെയ്തത്. കൊറോണ. പോട്ടയിൽ എൻ്റെ ചേച്ചിക്ക് ഷോപ്പുണ്ട്. എന്ത് ഷോപ്പാണ് അമലേ ഉള്ളത്? സൗണ്ട് നല്ലതാണ് കേട്ടോ. താങ്ക് യു. നീ സൂപ്പറാണ്. താങ്ക് യു. ഇന്ന് എല്ലാവരും ഭയങ്കര നല്ല പോസിറ്റീവ് ആയിരുന്നു കേട്ടോ. എല്ലാവരും ഭയങ്കര രസമുണ്ട് ഇന്നത്തെ കമൻറ്റുകളും. അതുപോലെ എല്ലാവരും ഇന്നത്തെ കമൻറ്റുകളൊന്നും അങ്ങനെയൊന്നുമില്ല. കുറേ ഞരമ്പുരോകൾ മാത്രം വന്നിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ഇട്ടിട്ടുള്ളൂ. അല്ലാതെ വേറെ ആരും ഇട്ടിട്ടില്ല. എന്ത് പറ്റി രമണ? ഒന്നും പറ്റില്ല രമണി. അങ്ങേരെ കളഞ്ഞിട്ട് പോകുമോ? പറയാൻ പറ്റൂല. നിങ്ങൾ പോലീസാണോ? നഗ്നമായി സത്യം ഞാൻ പറയാൻ തോന്നി ഗൈസ്. ഞാൻ പോലീസാണ്. അപ്പം ശരി ഗൈസ്. രാഷ്ട്രീയമുണ്ടോ? രാഷ്ട്രീയം ഇല്ല. അമ്മേ, എനിക്കൊരു പാർട്ടി ചേരണം എന്നൊരു ആഗ്രഹമുണ്ട്. ഉള്ളത് പറഞ്ഞാൽ ആ പാർട്ടി ചേരുന്ന ആ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് ഏതാണ് നല്ല പാർട്ടി എന്ന് സെലക്ട് ചെയ്യാൻ പറ്റുന്നില്ല ഗൈസ്. അതാണ്. ഇലക്ഷനൊക്കെ ഇറങ്ങണം, പ്രചരണത്തിൽ ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞ് 1-2 പേര് നമ്മളെ കോണ്ടാക്റ്റൊക്കെ ചെയ്തിരുന്നു. എങ്കിലും എനിക്ക് എവിടെ നിൽക്കണം എന്നുള്ളൊരു സംശയത്തിൽ ഞാനിങ്ങനെ നിൽക്കുക. എവിടെ ഞാൻ നിൽക്കണം? നിങ്ങൾ പറ. എല്ലാം ഞാൻ നിങ്ങളോടാണ് ചോദിക്കുന്നത്. നിങ്ങൾ പറ, ഞാൻ ഏത് പാർട്ടി നിൽക്കണമെന്ന് നിങ്ങൾ പറ. നിങ്ങൾ പറയുന്ന പാർട്ടിയിൽ ഞാൻ നിൽക്കും, ഉറപ്പ്. ചിറകുണ്ടോ പാറിപ്പറന്ന് നടക്കാൻ? പിന്നെ നമ്മുടെ കൈയും നമ്മുടെ കാലുമാണ് നമ്മുടെ ചിറക്. ശരി ഗൈസ്. അപ്പം ഞാൻ പോയി ഉറങ്ങട്ടെ. മസനഗുടി വഴി ഊട്ടിക്കൊക്കെ ഞാൻ പോയായിരുന്നു. നിങ്ങളെനിക്ക് എൻ്റെ ലൈവിൽ കമൻറ്റ് ഇട്ടാൽ മതി കേട്ടോ. ഏത് പാർട്ടി ചേരണമെന്നും പറഞ്ഞിട്ട് നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മതി. അപ്പോൾ ഞാനത് കൂടുതൽ ആരാണോ പറയുന്ന ആ പാർട്ടിയിൽ ഞാനിത് ചെയ്യും. ഓക്കെ. കുറച്ച് വൈകിപ്പോയി ബിനീഷേ, കുറേ വൈകിപ്പോയല്ലേ? ഓക്കെ. മേല് ചൊറിയാതെ പോയി കുളിക്കടേ. 3 കുളി കുഴിഞ്ഞടേ ഈ കുളിച്ചടേ ഈ നേരം വരെ. മഴയും നനഞ്ഞു. CPM ചേരാൻ പറയുന്നുണ്ട്. LDF പോരട്ടങ്ങനെ. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഏത് പാർട്ടി പറയുന്നു ആ പാർട്ടി ഞാൻ ഉറപ്പായും ചേർന്നിരിക്കും. 100% ഞാൻ ചേർന്നിരിക്കും. നിമിഷ ബിജോയ്ക്ക് ഒരു വാക്കേ ഉള്ളൂ. നിമിഷ ബിജോ ചേർന്നിരിക്കും. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ കൂടെ ഞാൻ നിൽക്കും. ഉറപ്പായുള്ള കാര്യമാണ്. LDF ആ കത്തി കയറി വരട്ടേകൾ. LDF BJP. ആഹാ അടിപൊളി. കയറി വരട്ടെ. ഏറ്റവും കൂടുതൽ ആരാണോ കമൻറ്റ് ഇടുന്നത് അവരുടെ കൂടെ ഞാൻ അടുത്ത ദിവസം തന്നെ ഞാൻ പാർട്ടി ചേരുകയും ചെയ്യും. ഞാൻ പോസ്റ്റ് വിടും, ഞാൻ പാർട്ടി ചേർന്നു എന്നും പറഞ്ഞ്. ചേച്ചിയുടെ പണ്ടത്തെ ഒരു ഫോളോവറാണ്. ചേച്ചി മറ്റേ പാട്ടൊന്ന് പാടാവോന്ന്. ഏത് പാട്ട്? ലാൽ സലാം ആ പാട്ടൊന്ന് പാടാവോന്ന് ചോദിക്കുന്നുണ്ട്. BJP നന്ദകിഷോറേട്ടൻ പറഞ്ഞു BJP ചേരാൻ. LDF BJP LDF അടിപൊളി. ഞാനിപ്പോൾ എവിടെ ചേരൂടെ? ആരാണ് ഏറ്റവും കൂടുതൽ കമൻറ്റ് ഇടുന്നത്? ഏത് പാട്ടാ പാടാൻ പറഞ്ഞത്? നോട്ടെ. അയ്യോ, പുഷ്പൻ്റെ സോങ്ങ്. അഭിനയിക്കാൻ പോകുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ
ന്യൂഡായിട്ട് അഭിനയിക്കേണ്ടി വരില്ലേ? എനിക്ക് അതിനെപ്പറ്റിയൊന്നും അറിയില്ല കേട്ടോ. യസ്മയുടെ കാര്യങ്ങൾ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. എന്നോട് യസ്മ എന്ന് കേട്ടപ്പോൾ എന്നോട് ചോദിച്ചു, ഞാൻ താല്പര്യമില്ല എന്ന് പറയുന്നത്. പുഷ്പനെ അറിയാവോ എന്നുള്ള സോങ് ഞാൻ ശരിയാ ഒരു സമയത്ത് ഞാനത് പാടുമായിരുന്നു. ഞാൻ ടിക്ടോക്കിൽ അത് പാടിയിട്ട് ഏതോ ഒരു ഗ്രൂപ്പിലൊക്കെ അത് എടുത്തിട്ടുണ്ടായിരുന്നു. പോരാളി ഷാജിയോ അങ്ങനെ എന്തോ ഒരു ഗ്രൂപ്പിലൊക്കെ ആ സോങ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സോങ്ങാണ് ശരിക്കും പറഞ്ഞാൽ. ഏതാണെന്നറിയാവോ? പുഷ്പനെ അറിയാമോ, ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ, സഖാവിനെ അറിയാമോ, ആരണഗാഥ അറിയാമോ, പുഷ്പനെ അറിയാമോ, ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ, സഖാവിനെ അറിയാമോ, ആരണഗാഥ അറിയാമോ. ആ പാട്ട് അത് ഞാൻ പാടുമായിരുന്നു. മറ്റേ ടിക്ടോക്ക് ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഞാൻ പാടുമായിരുന്നു. അപ്പോൾ അത് ആരാണ്ടൊക്കെ എവിടെയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. വിഷ്ണു കയ്യാർ, ഹായ് വിഷ്ണു. അപ്പം ശരി കേട്ടോ, ഞാൻ പോട്ടെ എന്നാൽ നമുക്ക് അടുത്ത ദിവസം കാണാം. അപ്പം നിങ്ങൾ എന്തായാലും LDF എന്തായാലും നിങ്ങളെ വോട്ട് നിങ്ങൾ ഇതാക്കണ്ട. നിങ്ങൾ എന്തായാലും എനിക്ക് ഇട്ട് തന്നോളൂ. അപ്പോൾ ഞാൻ അതിലേക്ക് എന്തായാലും എനിക്ക് ഏറ്റവും കൂടുതൽ കമൻറ്റ് എവിടെ നിന്നാണോ വന്നേക്കുന്നത് അതിൽ ഞാൻ എന്തായാലും ചേരാൻ പോവുകയാണ്. ചേർന്നിട്ട് വോട്ട് ചെയ്യുക, അതല്ലേ നല്ലത് അല്ലേ? ഏത് പാർട്ടി, ചേർന്ന പാർട്ടി ഏതാണോ ആ പാർട്ടിക്ക് നമ്മൾ വോട്ട് ചെയ്യണം. നമ്മളിപ്പോൾ ഏത് പാർട്ടിയിലാണ് നിൽക്കുന്നത് ആ പാർട്ടിക്ക് നമ്മൾ വോട്ട് ചെയ്യണം. ശരിയല്ലേ? അപ്പോൾ അങ്ങനെ ചെയ്യാം. ഓക്കെ, സെറ്റ് ഗൈസ്. LDF UDF BJP LDF എല്ലാവരും പറട്ടെ. ഏറ്റവും കൂടുതൽ ഞാൻ നോക്കും. ഞാൻ ഇന്നിപ്പോൾ രാത്രി ഞാൻ നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുകയാണ്. നാളെ രാത്രി ഞാൻ നോക്കിയിട്ട് ഞാൻ പറയാം. അപ്പോൾ ശരി, ഓക്കെ. എല്ലാവരും സുഖമായിട്ട് കിടന്നുറങ്ങാം കേട്ടോ. ശുഭരാത്രി, സുഖനിദ്ര. ടേക്ക് കെയർ ഓൾ, ലവ് യു ഓൾ. ഇന്ന് വന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ലവ് യു, ബൈ.